ഒരാളുമായിട്ടാണ് തുടങ്ങാറുള്ളത്. നമുക്ക് തുടങ്ങാം. ആർ യു റെഡി? ഹബീബിങ്ങളെ, ഇനി ഇടയിൽ ഇങ്ങനെ ഇന്ന് ഷെയർ ചെയ്യാൻ കൊണ്ട് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും 2-3 ആൾക്കാരെ ഏറ്റെടുത്ത് ഇപ്പോൾ തന്നെ ഒരു സാധനം ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഷെയർ ചെയ്തൊന്നിങ്ങനെ ഇടയ്ക്കിട്ടാൽ ഒരു സാധനം 2-3 തവണ റിപ്പീറ്റേഷൻ വരുമ്പോൾ അതവർ സ്ട്രൈക്ക് ചെയ്യും. ദാറ്റ് ഇസ് എ ഹ്യൂമൻ സൈക്കോളജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രപഞ്ചത്തിന് മഹാപ്രകാശമേകി 63 സംവത്സരങ്ങളുടെ ഒരു തപം പോലെ, ഒരു പ്രാർത്ഥന പോലെ ഒഴുകിയ ഒരു ജീവിതം. ഒരു കൂജയിൽ നിന്ന് പുലർക്കാലത്ത് തണുത്ത വെള്ളം എങ്ങനെ താഴേക്കൊഴുകുന്നോ എന്നതുപോലെ സുഭഗ സുന്ദര മനോഹരമായ പ്രകാശദാവള്യത്തിൻ്റെ 63 സംവത്സരങ്ങളുടെ ജീവിതം അൽ മദീനത്തുൽ മുനവ്വറയിൽ അവസാനിക്കുന്ന നൊമ്പരപ്പാടോടുകൂടിയാണ് നമ്മുടെ ഈ 26ാമത്തെ ദിവസത്തെ യാത്ര. ഒരുപക്ഷെ ഈ ലൈവ് സ്ട്രീമിംഗ് പരിപാടി നമ്മളിന്ന് അവസാനിപ്പിക്കുന്നത്. വിശദീകരണങ്ങളില്ലാതെ തുടങ്ങുകയാണ്. അവിടത്തെ ഹജ്ജത്തുൽ വിദാഇൻ്റെ വേള, അവിടുന്ന് ജീവിതത്തിൽ ഏറ്റവും ആദ്യവും അവസാനവുമായി ചെയ്തത് പ്രബല അഭിപ്രായ പ്രകാരം ഒരെണ്ണമാണ് എന്നാണ്. ലാസ്റ്റ് പറയാം ഒരുമിച്ച് കൂടുന്നതിനെ പറ്റി. ആ ഹജ്ജത്തുൽ വിദാഇൽ പരിശുദ്ധ പ്രവാചക തിരുമേനിക്ക് ഒരു ആയത്തിറങ്ങുന്നുണ്ട്. അൽയൗമ അക്മൽതു ലക്കും എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നബിയെ, ഇന്ന് അങ്ങയുടെ ദീന് അങ്ങക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. മതമായി ദീനിനെ, ഇസ്ലാമിനെ അങ്ങക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന ആയത്തിറങ്ങിയപ്പോൾ അറഫയിൽ തടിച്ചുകൂടിയ എല്ലാവർക്കും ഘോഷമായി, ആഘോഷമായി. കാരണം ഇനി വിധിവിലക്കുകളൊന്നും വരാനില്ല, പുതിയ നിയന്ത്രണങ്ങളും നിയമങ്ങളും നിഷേധങ്ങളും ഇനി വരാനില്ല എന്നതുകൊണ്ട് അവർക്കെല്ലാവർക്കും സന്തോഷമായി. പക്ഷേ ബുദ്ധിയുള്ള ചില ആളുകൾക്ക് വിഷമമായിരുന്നു, കുറേ ആളുകൾക്കത് പ്രയാസമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലൈസ ബഅദൽ കമാൽ ഇല്ലാ നുക്സാൻ. വല്ലാത്തൊരു തത്വചിന്തയുള്ള വാക്കാണത്. ഒരു കാര്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ശേഷം നുക്സാനിയത്താണ് ഉണ്ടാവുക. ഏതൊരു കാര്യത്തിലും അങ്ങനെയാണ്. അതിൻ്റെ പൂർണ്ണത സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊരു ഉയരമില്ല. അപ്പോൾ സ്വാഭാവികമായും ആ പൂർണ്ണത ഇല്ലാതെയായിക്കൊണ്ടിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൻ്റെ വേളയിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞിട്ട് തൻ്റെ കൂടെയുള്ളവരോട് പറയുന്ന, സ്ട്രൈക്ക് ചെയ്യുന്ന, ഹേർട്ട് ചെയ്യുന്ന ഒരു വാക്കുണ്ട്. ഇന്നീ ലാ അൽഖാകും ബഅദ ആമി ഹാദാ ബിഹാദൽ മൗഖിഫി അബദാ ലാ അദ്രി ലഅല്ലി ഇന്നി ലാ അൽഖാകും ബഅദ ആമി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്കറിയത്തില്ല, ഒരു പക്ഷേ എൻ്റെ അനുചര വൃന്ദമേ, സ്വഹാബത്തെ, എനിക്ക് ഈ വർഷത്തിന് ശേഷം ഒരു പക്ഷേ അടുത്ത തവണ നമ്മളിവിടെ ഈ മൗഖിഫിൽ, ഈ കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഒരിക്കലും ഒരുമിച്ച് കൂടുമായില്ലായിരിക്കാം എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം പോലെ ഒരു വാക്ക് പറയുന്നുണ്ട്. ഈ വർഷത്തിന് ശേഷം ഇനി ഒരു പക്ഷേ നമ്മൾ ഇതേ സ്ഥലത്ത് വീണ്ടും ഒരുമിച്ച് കൂടില്ലായിരിക്കാം എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ഒരാളോട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്ത് പറഞ്ഞു, ലഅല്ലക തമുറു ബൈന ഖബരി. ഒരുപക്ഷെ നീ, സഹോദര മോനെ, നീ എൻ്റെ ഖബറിൻ്റെ സമീപത്തു കൂടെയാണ് നടന്നു പോകേണ്ടി വരിക എന്ന് പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക പോലും ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞു വന്നു. മദീനയിലെ ഏതാനും
മാസങ്ങൾ കടന്നു പോവുകയാണ്. അവിടത്തെയുടെ വഫാത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്കൊന്നു പോയി. നമ്മുടെ ഈ മദീനയിലെ പ്രണയമഴയിൽ നനഞ്ഞ ഈ യാത്രയിൽ ഉഹദിൻ്റെ പടക്കളത്തിൻ്റെ ശോണിമ പൂത്ത ഹംസത്തുൽ കറാറിൻ്റെ രോമാഞ്ചജനകമായ അധ്യായം നമ്മൾ ഉഹദിൽ വെച്ച് അനുസ്മരിക്കുകയുണ്ടായി. ഉഹദിലേക്കൊന്നു പോയി അവിടെ പ്രാർത്ഥിച്ചു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നായകൻ്റെ ഒരു യാത്ര പറച്ചിൽ പോലെ. നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ ധാരാളം പ്രവാസികൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. നമ്മൾ ഉപ്പച്ചിയുടെ ഖബറിങ്കിലൊന്ന് പോകും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ സ്വാലിഹീങ്ങളെ ഒന്ന് പോയി കാണും. ഏത് യാത്രയുടെയും ഒരു കരുത്താണ്, ഒരു പവറാണ്, സ്പിരിച്വൽ പവർ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പറയും പോലെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോയി കണ്ടു. ഉഹദിൻ്റെ രണാങ്കളത്തിൽ ശുഹദാക്കളുടെ ആ മസാറിൽ അവിടെ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അവിടെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നും ഉഹദിൽ മദീന സിയാറത്തിൻ്റെ സമയത്ത് ഉഹദിൽ സിയാറത്ത് ചെയ്യുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന് കടുത്ത തടസ്സങ്ങളില്ല. പക്ഷെ ബദറിൽ കാണാൻ പോയാൽ അവിടെ കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. ഉഹദിൽ അതില്ല. കാരണം എന്തേ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മറ്റൊരു ദിവസം ഒരു പാതിരാത്രിയിൽ നിതാന്തമായ മദീനയുടെ ഏകാന്ത നിദ്രതിയിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ബഖയ ഖബർസ്ഥാനിലേക്ക് പോയി. നമ്മൾ ഈ യാത്രയിൽ വിട്ടുപോയ ഒന്നായിരുന്നു ബഖയ. ഇടയിലൊന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ സവിശദമായ സമയം നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള പല സഹോദരിമാർക്കും ഉള്ളതുകൊണ്ട് ബഖയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ലല്ലോ. ശരീരം കൊണ്ടുപോയാൽ മദീനയിൽ ബഖയിലേക്ക് സ്ത്രീകൾക്ക് അലൗഡ് അല്ല. അപ്പോൾ ഈ യാത്രയിലും സാങ്കല്പികമായ മനസ്സിൻ്റെ യാത്രയിലും നമ്മൾ ബഖയെ അങ്ങനെ കയറാതെ പോയതാണ്. ബഖയിലേക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകയാണ്. അവിടെ ആരൊക്കെയാണ് കിടന്നുറങ്ങുന്നത്? തൻ്റെ പ്രിയപ്പെട്ട പത്നി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, മൈമൂന ബി റളിയല്ലാഹു അൻഹാ, ഇവർ രണ്ടുപേരും ഒഴികെ. നന്നായി മനസ്സിലാക്കണമേ, ഖദീജ ബീവി മക്കത്താണ്, മൈമൂന ബീവി സരിഫ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിൽ തൻഈമിൽ നിന്ന് 2-3-4 കിലോമീറ്റർ അപ്പുറമാണ് സരിഫ്. റോഡ് സൈഡിലാണ്. നമുക്ക് എന്തെങ്കിലും പോയി കാണണം അവരെ. മൈമൂന ബീവി എന്തുകൊണ്ടാണ് മദീനയിൽ ഇല്ലാതെ അവിടെ മറവ് ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ ഓർക്കണം. മൈമൂന ബീവി റസൂലുള്ളാഹിയുടെ വഫാത്ത് കാലത്ത് മദീനയിൽ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ സരിഫിലെത്തി എന്നതൊക്കെ ചരിത്രത്തിൻ്റെ ചില നിമ്നോന്നതികളാണ്. നോക്കൂ, അപ്പോൾ അവർ രണ്ടുപേരും ഒഴികെയുള്ള എല്ലാ പത്നിമാരും ജന്നത്തുൽ ബഖയിലുണ്ട്. റസൂലുള്ള ഈ യാത്ര നടത്തുമ്പോഴല്ല ഞാൻ പറഞ്ഞ്, ഇപ്പോൾ ഉണ്ട് എന്നാ പറഞ്ഞ് കേട്ടോ. അവിടെ ഫാത്തിമയുണ്ട്, അവിടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ട്. റസൂലുള്ള ബഖയിൽ പോകുമ്പോൾ ഇവരൊന്നും അവിടെ ഇല്ല, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. പക്ഷെ ബഖയെ അവിടെ മഹത്തമേറിയ ഒരു മസാർ ആണ്, മക്ബറയാണ്, ശ്മശാനമാണ് എന്ന ഒരു വ്യൂ ലോകത്തിൻ്റെ പ്രവാചകൻ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ പോയി സംസാരിക്കുകയാണ്, ടോക്ക്, ഇൻട്രാക്ട് ചെയ്യുകയാണ്, ആത്മഗതം ചെയ്യുകയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പറയുകയാണ് അസ്സലാമു അലൈക്കും എന്ന് അവിടെ കിടക്കുന്നവരോടൊക്കെ സലാം പറഞ്ഞുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലിയഹ്നലക്കും മാ അസ്ബഹതും ഫീഹി ഫീമാ ബിമാ അസ്ബഹന്നാസു ഫീഹി അഖ്ബലത്തിൽ ഫിതൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം യത്ബഉ ആഖിറുഹാ അവ്വലഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കുകയാണ്, നിങ്ങൾ എന്തൊരു ഭാഗ്യവാന്മാരാണ്. അഹ്ലുൽ ഖുബൂറെ, ബഖയിലെ ശ്മശാനവാസികളെ, നിങ്ങൾ എന്തൊരു സൗഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ പ്രഭാതം പോലെയല്ല, നിങ്ങളുടെ ജീവിതം പോലെയല്ല ഇപ്പോഴത്തെ പ്രഭാതങ്ങളുണ്ടല്ലോ, ഇനി വരാനിരിക്കുന്നതോ. അഖ്ബലത്തിൽ ഫിതൻ, ഫിത്നകൾ ഒന്നിനു പിറകെ ഒന്നായി സംഭവിക്കും. കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഇരുണ്ട രാത്രി പോലെ എന്ന് വെച്ചാൽ ആർക്കും ആരെയും കാണാൻ കഴിയാത്ത, കണ്ണു കാണാനാവാത്ത വിധമുള്ള, കണ്ണു പൊത്തിക്കളയുന്ന ഫിത്നകൾ ഉണ്ടാകും. യത്ബഉ ആഖിറുഹാ അവ്വലുഹാ. എന്തൊരു വാക്കാണ്. അവരോട് സംസാരിക്കുകയാണ്, ഖബറാളികളോട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തവണ, നിങ്ങളോടാണോ പ്രസംഗത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ഖബറാളികളോട് ഇന്നലെ നമ്മൾ പറഞ്ഞു, ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും
എന്താ പറയുക, ഹൃദയസ്പർശിയായ കഥ ഇന്നലെ പറഞ്ഞു. കേരളത്തിലെ വളാഞ്ചേരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കുകയാണ്. വ ഇന്നി ഷഹീദുൻ അലൈക്കും വ ഇന്നി വല്ലാഹ് വൻദുർ ഇലാ ഹൗലി അൽ ആൻ. ഞാൻ നിങ്ങളെ അത് സ്വഹാബത്തിനോട് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ അവിടെ സിയാറത്ത് ചെയ്ത് തിരിച്ചു പോരുകയാണ്. ഒരു യാത്രയുടെ തയ്യാറെടുപ്പ് പോലെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കൃത്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. സഹാബത്തിനോട് അടുത്ത വർഷം കാണില്ലെങ്കിലോ എന്ന് ചോദിക്കുന്നു. നീ എൻ്റെ ഖബറിൻ്റെ സമീപത്തുകൂടെ പോകേണ്ടി വരില്ലേ എന്ന് പറയുന്നു. ഉഹദിൽ പോയി പ്രിയപ്പെട്ടവരോട് യാത്ര പറയുന്നു. ബഖയിൽ പോയി യാത്ര പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പറഞ്ഞു, അനബിക്കും ലാഹിഖൂൻ, ഞാൻ നിങ്ങളോട് ചേരാൻ പോവുകയാണ്. പടച്ചവനെ, ഞാൻ നിങ്ങളോട് ചേരാൻ പോവുകയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖയിലെ ശ്മശാനവാസികളോട് സംസാരിക്കുകയാണ്. ഹിജറ 11 സഫർ 29 തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിൽ പങ്കെടുത്തു മടങ്ങി വരുമ്പോൾ ഹബീബായ നബിക്ക് വല്ലാത്ത തലവേദന തോന്നി, അതികഠിനമായ തലവേദന. ആയിഷ ബീവിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, യാ ആയിഷ ലാ തസാലുൽ അകലത്തുല്ലതി അകൽതുഹാ ബിഖൈബറ തഫ്അലു ബി. ആയിഷ, ഖൈബറിൽ അന്ന് എനിക്കൊരു ഭക്ഷണം കിട്ടിയിരുന്നല്ലോ. ഖൈബർ എന്ന് പറഞ്ഞൊരു യുദ്ധം നടന്നിട്ടുണ്ടല്ലോ, നമ്മൾ ഖൈബറിൽ പോയി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമോ? പുതിയ ആളുകളൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചു നോക്ക്. ഖൈബറിൽ പോയപ്പോൾ ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ, ഒരു ജൂത സ്ത്രീ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇൻവൈറ്റ് ചെയ്തു, ഒരു സദ്യയ്ക്ക് ക്ഷണിച്ചു. അവിടുന്ന് വിഷം കൊടുക്കുന്നുണ്ട്. ആ ചരിത്രം വേറെയാണ്. പക്ഷേ റസൂലുള്ളാഹി അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, അകൽതുഹാ ബി ഖൈബറ, ആ ഖൈബറിൽ എന്നെ സ്ത്രീ ഭക്ഷിപ്പിച്ചില്ലേ, അതിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ റിയാക്ഷൻ വരികയാണ് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂർദാവ് വെട്ടിപ്പൊളിക്കുന്ന വേദന, ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുന്ന വേദന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ആയിഷ ബീവി പറഞ്ഞു, എനിക്കും തലവേദനയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടുകൂടി പ്രവാചകൻ രോഗിയാകുകയാണ്. കടുത്ത പനി ബാധിക്കുന്നു, കൊടയുന്ന പനി. മഞ്ഞുകാലത്ത് ജലാശയങ്ങളിൽ മുങ്ങി നിവരുന്ന പക്ഷികളില്ലേ, അവ തണുപ്പ് കൊണ്ട് ചിറക് കൊടയുന്നത് പോലെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടഞ്ഞു വിറയ്ക്കുന്ന പനിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതി ആയിഷ ബീവി കയ്യിലേക്കൂതി പ്രവാചകരെ തുടച്ചു കൊടുക്കുന്നുണ്ട്. പുണ്യനബിയുടെ തന്നെയും കയ്യിലേക്കൂതി പ്രവാചകന്റെ നൂറാനിയത്തിൻ്റെ ഷർഫായ തിരുകര സ്പർശം അവിടത്തെയുടെ ശരീരത്തിൽ തന്നെ ആയിഷ ബീവി ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. ഖുർആൻ ഓതി കയ്യിലേക്കൂതി പ്രവാചകനെ തുടച്ചു കൊടുക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ മാസം ബുധനാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്നത് തിങ്കളാഴ്ചയാണ്. അതിൻ്റെ തൊട്ട് ബുധനാഴ്ചയാണ് 7 കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരപ്പെട്ടു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് മുകളിലൂടെ 7 കിണറുകളിലെ വെള്ളമൊഴിക്കപ്പെട്ടു. അൽ മദീനത്തുൽ മുനവ്വറയിലെ യാത്രയിൽ നമ്മൾ കാണുന്നു, അതിൽ 2-3 കിണറുകൾ ഇപ്പോഴും അവിടെ സംരക്ഷിക്കപ്പെട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ന് ഈ വെള്ളമൊഴിക്കാൻ വേണ്ടി എടുക്കപ്പെട്ട കിണറാണ് എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയ്ക്ക് മുകളിലൂടെ ഒഴുക്കിയാണ്. ആലോചിച്ച് നോക്കിയേ, ലോകത്തിൻ്റെ നായകന് കടുത്ത തലവേദന, പനി, രോഗം കുറവില്ല. വ്യാഴാഴ്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പ്രവേശിച്ചു. 2 സഹാബി വര്യന്മാരുടെ തോളിലിങ്ങനെ ചാരി താങ്ങിപ്പിടിച്ച് അവിടത്തെയുടെ കാൽപാദങ്ങൾ നിലത്തിങ്ങനെ ഉരസി കൃത്യമായി വയ്ക്കാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരികയാണ്. സഹാബത്ത് കരഞ്ഞുപോയി ആ രംഗം കണ്ട്. പ്രശോഭിതമായ 63 കൊല്ലക്കാലത്തെ ധീര പോരാട്ടങ്ങളുടെയും അവഗണനകളുടെ ആഴങ്ങളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ചരിത്രത്തിൻ്റെ ആകാശത്തേക്ക് പയർന്നുയർന്ന തൗഹീദിൻ്റെ നായകൻ അവസാന യാത്രക്കൊരുങ്ങുകയാണ്. അവിടുന്ന്
പ്രസംഗപീഠത്തിൽ ഇരുന്നു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മദീനത്തുൽ മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിലെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ച അവിടെയാണ്. നമ്മളിങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. അതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു പ്രസംഗത്തിൻ്റെ ഒടുവിൽ, മൻ കാന ലറബ്തുഹു ലഹിരി, ഞാൻ നിങ്ങളെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറമിതാ ഫല്യസ്തഖിദ് മിന്നി അൽ ആൻ, ഇപ്പോൾ നിങ്ങൾ എന്നോട് പ്രതികാരം വീട്ടേണമേ. മൻ കുൻതു ശതംതുഹു ഫഹാദാ ഇർളി, ഞാൻ നിങ്ങളെ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ, സ്വഹാബത്തെ, ഞാൻ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ എൻ്റെ അഭിമാനം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. രണ്ടു ലോകങ്ങളുടെയും രാജപ്രതാപിയായ നേതാവേ, മശ്രിക്കിൻ്റെയും മഗ്രിബിൻ്റെയും ഉദയാസ്തമനങ്ങളുടെ നേതാവേ, ആകാശമണ്ഡലങ്ങളിൽ സ്വാഗതഗാനം പാടി ആയിരക്കണക്കിന് മലക്കുകൾ ആർക്കു വേണ്ടിയാണോ ചിരിച്ചു നിന്നത്, ആ നേതാവേ, തൻ്റെ സഹോദരന്മാരുടെ മുന്നിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ കാന ലറബ്തുഹു ലഹിരി, എൻ്റെ പുറമിതാ. ഹബീബിങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈഫിൽ ഒരിക്കൽ പോലും അവിടുത്തെ കൈ കൊണ്ട് ഒരാളെപ്പോലും അടിച്ചിട്ടില്ല. മാ ലറബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, പുണ്യനബി അവിടുത്തെ കൈകൊണ്ട് ഒരിക്കൽ പോലും 63 കൊല്ലത്തെ ജീവിതത്തിൽ തമാശയ്ക്ക് പോലും ഒരാളെ നോവിക്കുന്ന അടി അടിച്ചിട്ടില്ല. ഞാൻ ആലോചിക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ആരെയൊക്കെ അടിച്ചിട്ടില്ലേ? ഇത് കേൾക്കുന്ന ചിലർ ദേഷ്യം കൊണ്ട് അടിച്ചവരുണ്ടാകാം, തല്ലുകൂടിയവരുണ്ടാകാം, അള്ളാഹുവൊക്കെ പുറത്തു തരട്ടെ. വേണ്ട, നമ്മുടെ സുഹൃത്ത് പഠനകാലത്ത് നമ്മൾ വെറുതെയൊക്കെ പുറത്തേക്ക് അടിച്ചിട്ടുണ്ടാവും. ചിലരൊക്കെ ഇങ്ങനെ ചുമ്മാ നിൽക്കുമ്പോൾ എന്താ ബഷീർ ബൈസി ഒന്നും കണ്ട് പുറത്തേക്ക് അടിക്കും. സ്നേഹം കൊണ്ടാണ്. നമുക്ക് വല്ലാത്ത ദേഷ്യം തോന്നുമല്ലേ? പക്ഷെ നമ്മൾ ക്ഷമിച്ചു പോകും നമ്മുടെ കൂട്ടുകാരന്മാരോടും. ചില ആളുകൾ ഇതിന് വന്ന് പിച്ചും, സ്നേഹം കൊണ്ട് പിച്ചുന്ന എനിക്കറിയാം അങ്ങനത്തെ ചില ആൾക്കാരെ. അങ്ങ് വന്ന് പിച്ചും, നൊന്തുപോകും. ഞാൻ കേരളത്തിലേക്ക് വരുന്നില്ല, നമ്മൾ മദീനത്തെ പള്ളിയിലാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആ കൈയുണ്ടല്ലോ, നൂറാനിയത്തിൻ്റെ യമനി പട്ടിൻ്റെ മാർദ്ധവമുള്ള ആ തിരുകരം കൊണ്ട് ഒരാൾക്ക് പോലും അടി കിട്ടിയിട്ടില്ല. യുദ്ധത്തിൽ അവിടെ നിന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്തിട്ടുണ്ടാവും യുദ്ധത്തിൽ, അല്ലാതെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ മക്കളെയെങ്കിലും അടിച്ചിട്ടില്ലേ? തമാശക്കെങ്കിലും. ഹബീബിൻ്റെ കൈ കൊണ്ട് അങ്ങനെ അടി കിട്ടിയിട്ടില്ല. സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും തല ഇങ്ങനെ കുമ്പിട്ടു, കാലിൻ്റെ മുട്ടിൻ്റെ ഇടയിലേക്ക് അനസ് റളിയല്ലാഹു അൻഹു പറയാ, തല കുമ്പിട്ട് പിടിച്ചു, വിങ്ങിക്കരയാൻ തുടങ്ങി. ഹബീബിനെ അടിക്കുകയോ ഹബീബ് ആരെങ്കിലും അടിക്കുകയോ, ഇതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നമ്മളൊക്കെ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. ഈ ഇഹലോകത്തെ ജീവിതത്തിനിടയിൽ, ഈ ജീവിതത്തിൻ്റെ നൈരന്തര്യങ്ങൾക്കിടയിൽ നമ്മെ ആരൊക്കെയാണ് നോവിച്ച് കളഞ്ഞിട്ടുള്ളത്? വാക്കുകൊണ്ട്. സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, 740-ലേറെ ആളുകൾ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ, അത് പുണ്യമായി മാറും. സത്യമായും ഇത് 25ഓളം ദിവസങ്ങൾ പിന്നിട്ട പോലെയല്ല. ഇന്ന് മദീനയോട് മനസ്സുകൊണ്ട് യാത്ര തൽക്കാലം നമ്മൾ ഇവിടെ പറയുന്ന ദിവസമാണ്. ആരിലേക്കൊരു നന്മ എത്തട്ടെ. ഹബീബിങ്ങളെ, നമ്മൾ എത്രയാൾ നോവിച്ചിട്ടുണ്ട്? മസ്ജിദുൻ നബവിയിലിരുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പറ്റുമോ? നമുക്ക് തിരുത്താൻ പറ്റുമോ ലൈഫിൽ എപ്പോഴെങ്കിലും? ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെ നോവിക്കാത്ത ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഒരു എക്സ്പ്രഷൻ കൊണ്ട് പോലും ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരാൾക്ക് വേദനിക്കേണ്ടി വന്നിട്ടില്ല. ശത്രുവിന് പോലും വേദനിക്കേണ്ടി വന്നില്ല. ആ റസൂലുള്ളാഹി പറയാണ്, എൻ്റെ മുതുകിതാ നിങ്ങൾ അടിച്ചോളൂ. നിങ്ങളെ ആരെങ്കിലും ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഹാദാ ഇർളി, എൻ്റെ അഭിമാനം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്, ചവിട്ടി മെതിച്ചോളൂ. നിങ്ങൾ മിണ്ടണില്ല, വിങ്ങിക്കരയുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ആർക്കെങ്കിലും പൈസ കടം തരാനുണ്ടോ? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങി മറന്നു പോവുകയോ മറ്റോ ചെയ്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ?
സഹാബത്തിൻ്റെ കരച്ചിൽ പൊട്ടി റസൂലുള്ളാഹ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ. പക്ഷേ ഒരു സഹാബി അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു. അത്ഭുതം. ബലാ യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയെ, എനിക്കുണ്ട്. മുട്ടുതാഴ്ത്തിയിരുന്ന് വിങ്ങിക്കരയുന്ന കുഞ്ഞുങ്ങളെപ്പോലെ ഏങ്ങലടിക്കുന്ന സഹാബ അത്ഭുതത്തോടെ നോക്കി. ആരാണിത് എഴുന്നേറ്റ് നിൽക്കുന്നത്? റസൂലേ, അവിടെ നിന്ന് എനിക്ക് 3 ദിർഹം തരാനുണ്ട് നബിയേ, 3 ദിർഹം തരാനുണ്ട് നബിയേ, എപ്പോഴോ വാങ്ങിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. മാഷാ അല്ലാഹ്, നിങ്ങൾ എന്നെ സഹായിച്ചല്ലോ സഹോദരാ. അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ബാധ്യതയില്ലാതെ പോകാൻ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പുണ്യനബി പറഞ്ഞു 3 ദിർഹവുമായി വരാൻ. കൊണ്ടുവന്നു, കൊടുത്തു. ആ സഹാബി പിന്നീട് പറയുകയുണ്ടായി, 3 ദിർഹം തിരിച്ചു വാങ്ങാൻ ഞാൻ കാണിച്ചത് ധാർഷ്ട്യമാണെന്ന് തെറ്റിദ്ധരിക്കരുതേ. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് 3 ദിർഹം വാങ്ങാൻ വേണ്ടി ഞാൻ പൈസക്ക് ആർത്തി കാണിച്ചതാണെന്ന് തെറ്റിദ്ധരിക്കരുതേ. നമ്മുടെ നായകൻ്റെ വിടവാങ്ങൽ പോലെ എനിക്ക് തോന്നി. അവിടത്തെയുടെ തിരുകര സ്പർശ സായൂജ്യമറിഞ്ഞ 1 ദിർഹം ജീവിതകാലം മുഴുവൻ എൻ്റെ കയ്യിലിരിക്കാൻ വേണ്ടിയിട്ടാണ് മടക്കി ചോദിച്ചതെന്ന് കരഞ്ഞുകൊണ്ട് സഹാബി രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വലിയ ഉസ്താദ്മാരെടുത്ത് പോകുമ്പോൾ പൈസ വാങ്ങാറില്ലേ, അല്ലെങ്കിൽ തരാറില്ലേ? ഇപ്പോൾ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ, അവരെ അത്തിപ്പറ്റ ഉസ്താദ്, അങ്ങനത്തെ ആൾക്കാരത്തൊക്കെ പോകുമ്പോൾ ബർക്കത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ തരും. അപ്പോൾ ചിലരൊക്കെ കളിയാക്കാറുണ്ട്, എന്തിനാണ് ഈ പൈസ ബർക്കത്തിന് വാങ്ങി എടുത്തു വെക്കുന്നത്, അത് ചിലവാക്കിക്കൂടെ എന്ന്. കുറച്ചധികം പൈസയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൽ ബർക്കത്ത് ഉണ്ടാക്കാം. വളരെ ചെറിയ പൈസയാണെങ്കിലും ചിലവാക്കാതെ കയ്യിൽ വെക്കുന്നവരുണ്ട്. എല്ലാത്തിനും 2 ന്യായങ്ങളുണ്ടാവും. പക്ഷേ ഈ ന്യായത്തെ നിങ്ങൾ കുറ്റം പറയരുത്. എടുത്തു വെക്കുന്നത് എന്തിനാണ്? ആ സഹാബി പറയുകയാണ്, പുണ്യനബിയുടെ അവസാനത്തെ സമ്മാനമാണ്. കണ്ട ഓർമ്മയാണത്. അതൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്നതാണ്. പ്രവാചകനോട് ബന്ധപ്പെട്ട ഹക്കായ എല്ലാത്തിനോടും വൈകാരികമായ ഒരു അടുപ്പം ആശിഖീങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അൽ മദീനത്തുൽ മുനവ്വറ, അതിൻ്റെ ചിത്രം കാണുമ്പോൾ പോലും നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടുന്നത്. ചിത്രം കാണുമ്പോൾ പോലും, ഹബീബിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ പോലും, ഹബീബിൻ്റെ ഒരു മദഹഗാനം കേൾക്കുമ്പോൾ നമ്മൾ കരയുന്നത് അല്ലേ? ആ സഹാബി അത് എടുത്തു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ രോഗത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അന്നത്തെ ദിവസം പ്രവാചകർ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ഉസീകും ബിൽ അൻസാർ, ഞാൻ നിങ്ങളോട് അൻസാറുകളെ കുറിച്ച് വസിയത്ത് ചെയ്യുകയാണ്. 1 സെക്കൻഡ്, എക്സ്ക്യൂസ് മീ. ഞാൻ നിങ്ങളോട് അൻസാറുകളെ കുറിച്ച് വസിയത്ത് ചെയ്യുകയാണ്. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനക്കാരാണ്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് പ്രവാസികളായി വന്നവരാണ്, പലായനം ചെയ്തു വന്നവരാണ്. അപ്പം മദീനക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇഖ്വാനീയത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഏറ്റവും മധുരതരമായ ഓർമ്മകൾ സമ്മാനിച്ച ലോക ചരിത്രത്തിലെ, വേൾഡ് ഹിസ്റ്ററിയിലെ അത്ഭുതമാണ്. എ വണ്ടർഫുൾ ഹിസ്റ്ററി. അൻസാറുകൾ വീടിൻ്റെ പകുതി കൊടുത്തവർ, റൂമൊഴിഞ്ഞു കൊടുത്തവർ, ദരിദ്രരായ മുഹാജിരീങ്ങളായ ആളുകൾക്ക് തൻ്റെ തോട്ടത്തിൻ്റെ പകുതി കൊടുത്തവർ. നമുക്ക് പറ്റുമോ? നമ്മുടെ 2 മൊബൈലുള്ളവർ 1 മൊബൈൽ ഫോൺ എനിക്ക് തരുമോ? 2 ലാപ്ടോപ്പ് ഉള്ളവർ 1 ലാപ്ടോപ്പ് മറ്റൊരാൾക്ക് കൊടുക്കുമോ? 2 ബൈക്കുള്ളവർ 1 ബൈക്ക് കൊടുക്കുമോ? നടക്കില്ല. അവിടെയാണ് അൻസാറുകളുടെ പ്രത്യേകത. 2 പത്നിമാരുള്ളവർ 1 പത്നിയെ തലാക്ക് ചൊല്ലിക്കൊടുത്തവർ പോലും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉസീകും ബിൽ അൻസാർ, അൻസാറുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. വേറൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലൗലൽ ഹിജ്റ ലകുൻതു റജുലൻ മിനൽ അൻസാർ, പാലായനം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിലെ അൻസാറായി ജനിക്കേണ്ടയാളായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ ഒരു ദൈവ നിയോഗം, ഒരു നിയോഗ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വന്ന നബി മക്കയിൽ ജനിക്കേണ്ടി വന്നു. റസൂലുള്ളാഹിന്റെ ആർദ്രമായ വാക്കുകളിലുണ്ട് എന്ത്?
അൻസാറുകളുടെ പ്രത്യേകത ലൗലൽ ഹിജറ, എൻ്റെ ലൈഫിൽ ഹിജറ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. അപ്പോൾ പലായനം അള്ളാഹുവിൻ്റെ നിയോഗമാണ് കേട്ടോ, റസൂലുള്ള ഒളിച്ചോടിയതൊന്നുമല്ല. ലകുന്തു റജുലൻ മിനൽ അൻസാർ, ഈ ഭൂമിയിലെ ഏറ്റവും വിശുദ്ധർ അൻസാറുകളായ സ്വഹാബികളാണ്. ഹബീബിങ്ങളെ, അപ്പം അതിന് ഇടയിലൊന്നും ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ അവസാന ദിവസങ്ങളിലെ സംഭാഷണത്തിൽ ഇങ്ങനെയാണ്, ഇന്നന്നാസ യക്സുറൂൻ വതഖില്ലുൽ അൻസാർ, ജനങ്ങൾ അധികരിക്കുകയാണ് പക്ഷെ അൻസാറുകൾ കുറയുകയാണ്. കൽമിൽഹി ഫി തആം, അൻസാറുകളെ കുറിച്ച് ഒരു ഡെസിഗ്നേഷൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്, അൻസാറുകൾ കൽമിൽഹി ഫി തആം, ഭക്ഷണത്തിലെ ഉപ്പ് പോലെയാണ്. സർവതല സ്പർശിയായ ഒരു പരാമർശമാണത്. അത് ഡെവലപ്മെൻറ്റ് ചെയ്താൽ ഒരുപാട് വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ്. നമ്മളെ ഭക്ഷണത്തിൽ നമ്മൾ നോമ്പ് തുറക്ക് വേണ്ടി ഇരിക്കുകയാണല്ലോ, ഭക്ഷണത്തിൽ ഉപ്പില്ലെങ്കിൽ, കേരളത്തിൽ നമ്മൾ മദീനത്തെ പള്ളിയിലാണ്, ഭക്ഷണത്തിൽ ഉപ്പില്ലെങ്കിൽ എത്ര ആസ്വാദ്യകരമായ ഫുഡാണെങ്കിലും എത്ര നല്ല ഡിഷാണെങ്കിലും ശരി, പക്ഷേ ഉപ്പ് ചേരുമ്പോഴാണ് അതിന് സൗന്ദര്യമുണ്ടാകുന്നത്, ടേസ്റ്റ് ഉണ്ടാകുന്നത്, രുചി ഉണ്ടാകുന്നത്. ഉപ്പ് എന്നാൽ വളരെ വില കുറഞ്ഞ ഒരു സാധനമായിട്ട് നമുക്ക് തോന്നുന്നത്, പക്ഷെ ഉപ്പ് വളരെ പ്രത്യേകതയാണ് അല്ലേ. മാത്രമല്ല അതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്, അലിഞ്ഞു പോകുന്നതാണ്. അൻസാറുകൾ അങ്ങനെ അലിഞ്ഞു പോകുന്നവരാണ് ജനങ്ങൾക്കിടയിൽ. ഒരു ദീപം കണക്കെ, ഒരു ചെരാത് കണക്കെ, വിശുദ്ധിയുടെ ഒരു മന്ദഹാസം കണക്കെ ഇരുളുള്ള ലോകത്ത് ഇല്ലാതെയായി പോകുന്ന മഹത്വത്തിൻ്റെ പരമ്പരയാണ് അൻസാർ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്ന് നമുക്കിങ്ങനെ നിർദ്ധാരണം ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. ആ സംസാരം അങ്ങനെ അവസാനിച്ചു, നിങ്ങൾ അൻസാരിങ്ങളെ സ്നേഹിക്കണമേ എന്ന് പറഞ്ഞു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൻസാറുകളുടെ കുടുംബം ഇപ്പോഴും ഉണ്ടാകാം. ഹബീബിങ്ങളെ, എന്നിട്ട് അവസാനമായി റസൂലുള്ള പറയുകയാണ്, അവസാനമായി പറഞ്ഞ അന്നത്തെ ദിവസത്തെ അവസാനമായി, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹ് അൻ യുതിയഹു സഹറത്തുൽ ഹയാത്തിദ് ദുനിയാ മാശാ വബൈന മാ ഇൻദഹു. അതിങ്ങനെയാണ്, അതിൻ്റെ ആ പ്രയോഗം ഇങ്ങനെയാണ്. അള്ളാഹു ഒരടിമയോട്, എന്നോട് എന്നല്ല പറഞ്ഞത്, ഒരടിമയോട് പറഞ്ഞു, ദുനിയാവിൻ്റെ ആഡംബരങ്ങളുണ്ടല്ലോ, ദുനിയാവിൻ്റെ ഈ സുഖം, ദുനിയാവിൻ്റെ ആഹ്ലാദഭരിതമായ ഈ ജീവിത സമസ്യ, അത് വേണോ എന്ന് ഒരടിമയോട് അള്ളാഹു അദ്ദേഹത്തിന് ചോയ്സ് ചോദിക്കുകയാണ്. അതല്ല, അള്ളാഹുവിൻ്റെ അരികിലുള്ളത് വേണോ എന്ന് ഒരടിമയോട് അള്ളാഹു ചോയ്സ് ചോദിക്കുകയാണ്. ആ അടിമ അള്ളാഹുവിൻ്റെ അരികിലുള്ളത് തീരുമാനിച്ചു. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, 1.1K ഷെയറായിരുന്നു, 1100 ഷെയറായിരുന്നു. മാഷാ അല്ലാഹ്, 1100 ആൾ ഷെയർ ചെയ്യുമ്പോൾ അത് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് ലക്ഷക്കണക്കിന് ആളുകളിലേക്കായിരുന്നു. ആർക്കെങ്കിലും ഹബീബിനോടൊരു സ്നേഹം തോന്നിയാൽ അത് മാത്രമാണ് പുണ്യം. ഇപ്പോഴാരെങ്കിലും ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തിരഞ്ഞെടുത്തു എന്നല്ല പ്രയോഗിക്കുന്നത്, അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അടിമ തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ, ചില സഹാബത്തിനത് മനസ്സിലായി, ചിലവർക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ആ സദസ്സിൻ്റെ പിറഭാഗത്ത് നിന്ന് ഒരേങ്ങലടിച്ച് കരച്ചൽ. ഞാൻ ആലോചിച്ചു, തമ്പുരാനെ, ഞാനിപ്പോൾ പറയാൻ പോകുക അദ്ദേഹത്തിൻ്റെ പേരെന്താന്ന്, അദ്ദേഹം എന്തുകൊണ്ട് പിന്നിലിരിക്കുന്നു? ഒരിക്കലും ഒരു സദസ്സിൻ്റെ പിറകിൽ ഇരിക്കേണ്ട ആളല്ല അദ്ദേഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട സമീപത്ത് എപ്പോഴും സ്ഥാനം കിട്ടുന്ന, ഇരിക്കുന്ന, അത് ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ എന്താ പിന്നിലേക്ക് പോയിന്ന് ഞാൻ ആലോചിച്ചു. അതിനുത്തരം ഞാൻ പറയാം. അതെൻ്റെ ചില ഒബ്സർവേഷൻ നിങ്ങൾ ഈ യാത്രയിൽ കണ്ടിട്ടുണ്ടാവും. അത് ഞാൻ കിതാബിൽ കാണുന്നതൊന്നുമല്ല, എൻ്റെ ഒബ്സർവേഷൻ ഞാൻ പിന്നീട് പറയാം. അതിനത്രമാത്രം പ്രസക്തി ഒന്നുമില്ല. പക്ഷേ എഴുന്നേറ്റ് നിന്നത് ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വൈകാരികമായ ഒരു രംഗം റസൂലുള്ളാഹിൻ്റെ വഫാത്ത് സമയത്തുണ്ട്. നമ്മൾ പലപ്പോഴും പ്രസംഗത്തിൽ കേൾക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വൈകാരിക രംഗമാണ്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അതിനേക്കാൾ തീഷ്ണമായ ഒരു വൈകാരിക രംഗം അല്പസമയം കഴിഞ്ഞാൽ നമ്മളതിലേക്ക് എത്തും. സൗണ്ട് കുറവുണ്ട് എന്നൊരാൾ കമൻറ്റ് ചെയ്തു, ശരിയാണോ? ഞാൻ ഇയർഫോൺ ഇല്ലാതെയാണ് സംസാരിക്കുന്നത്, അതിൻ്റെ ഒരു കുറവുണ്ടാവും. ഇതിനേക്കാൾ കൂടുതൽ ശബ്ദത്തിൽ പറയാൻ പറ്റില്ല, റമദാനല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ആ കരയുന്നേ? അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അത് അബൂബക്കറാണ് നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹബീബിന് മനസ്സിലായി, അബൂബക്കറിന് മനസ്സിലായി എന്നുള്ളത്.
ഇന്നമന്നന്നാസ് ഫീ സുഹബതിഹി വമാലിഹി അബൂബക്കർ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഉപകാരമുണ്ടായാൾ, സുഹബത്ത് കൊണ്ട്, സഹവാസം കൊണ്ട്, കൂടെ നടന്നതുകൊണ്ട്, സമ്പത്ത് കൊണ്ട് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടയാൾ. എനിക്കെന്ന് പറഞ്ഞാൽ പേഴ്സണലായി നബിക്ക് ഉപകാരപ്പെട്ടു എന്നല്ല, ഇസ് ദീനിന് ഉപകാരപ്പെട്ടയാൾ അബൂബക്കറാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ എൻ്റെ നിരീക്ഷണം പറയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്, നായകൻ വിടവാങ്ങാൻ സമയമായിട്ടുണ്ട്. വർത്തമാനങ്ങളിലെ സൂചകങ്ങൾ പ്രവാചക തിരുമേനിയുടെ വിയോഗത്തിലേക്കാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴിങ്ങനെ അടുത്തിരിക്കാൻ കഴിയുന്നില്ല. അതെൻ്റെ ഒരു നിരീക്ഷണമാണ്. അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് പറയാൻ ആ ഹദീസിൽ അങ്ങനെ ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ അടുത്തിരിക്കാൻ പറ്റണില്ല, അകന്നിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കാം, അല്ലാഹു അലം. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ് വിങ്ങിക്കരയുന്ന അബൂബക്കറിനോട്, വലൗ കുന്തു മുത്തഖിദൻ ഖലീൽ ഗൈറല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ അല്ലാതെ ഒരാളെ ഈ ഭൂമിയിൽ സ്ഥിരമായ ഒരു സുഹൃത്താക്കുമായിരുന്നുവെങ്കിൽ ലത്തഖദതു അബൂബക്കറിൻ ഖലീല, ഞാൻ എൻ്റെ അബൂബക്കറിനെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാക്കുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, നമ്മൾ മസ്ജിദുൻ നബവിയിൽ ഈ രംഗത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്, നമ്മൾ നബിയുടെ വാക്കിങ്ങനെ ചെവിയിൽ കേൾക്കുമ്പോൾ അപ്പോൾ അബൂബക്കർ കൂട്ടുകാരനല്ലേ? പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് അബൂബക്കർ കൂട്ടുകാരനെന്നല്ലേ? അത് സൗകര്യത്തിന് വേണ്ടി പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിനേക്കാൾ ഊഷ്മളമായ ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ഒരു സേതുബന്ധനം തിരുമേനിയും അബൂബക്കർ തങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വലാകിൻ ഉഖ്വത്തും ഫിൽ ഇസ്ലാം വമവദ്ദത്തു, പക്ഷേ അബൂബക്കർ എൻ്റെ കൂട്ടുകാരനല്ലെങ്കിലും എൻ്റെ ഇഖ്വത്താണ്, എൻ്റെ ബ്ലഡാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, എൻ്റെ സഹോദരനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണ്ടോ, കൂട്ടുകാരനേക്കാൾ ഒന്നുകൂടി ഇൻറ്റിമസി കീപ്പ് ചെയ്തുകൊണ്ട് പ്രവാചകൻ, അറ്റാച്ച്മെന്റിന് അഭിമാനത്തോടെ പ്രവാചകൻ പറയാണ്, ലത്തഖദതു അബൂബക്കറിൻ ഖലീല വലാകിൻ ഉഖ്വ ഫിൽ ഇസ്ലാം, എൻ്റെ ദീനിൻ്റെ കൂട്ടുകാരനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഈ സ്നേഹബന്ധത്തിന് പിന്നിലുള്ള ഉദ്ദേശം പ്രാർത്ഥന ലഭിക്കുമെന്നാണ്. ഇൻഷാ അല്ലാഹ് ജുനൈദേ, നമുക്ക് പ്രാർത്ഥനയുണ്ടാവും, തിരിച്ചെനിക്കും. അതാണ് ബന്ധമെന്ന് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, കൂട്ടുകാരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ പറഞ്ഞു, മദീനയിൽ ഈ യാത്രയിൽ ഒരു സെക്കൻഡ് നേരം കേരളത്തിൽ വന്ന് ഞാൻ പറയുകയാണ്, അഹ്ബിബ് ഹബീബക ഹൗനം, നീ നിൻ്റെ കൂട്ടുകാരനെ ഒരു പരിധിയൊക്കെ വെച്ച് സ്നേഹിച്ചാൽ മതി. അസ അൻ യകൂന ബഗീലക യൗമമ്മ, അവൻ ചിലപ്പോൾ നിൻ്റെ ശത്രുവാകാൻ ബൈ ചാൻസ് സാധ്യതയുണ്ട്. അപ്പോൾ അടുക്കുമ്പോൾ കടുത്ത സ്നേഹമൊന്നും ആരോടും വേണ്ട, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. എന്നാൽ ഇഖ്വത്തിന് അങ്ങനെ പരിധിയൊന്നുമില്ല. ഇസ്ലാമിലെ സഹോദരൻ എന്നതിന് പരിധിയില്ല. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതിനൊരു പരിധിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതുപോലെ തന്നെ പറഞ്ഞു, അബ്ഗിൽ ബഗീലക ഹൗനം, നീ നിന്റെ ശത്രുവിനോട് ഒരു പരിധി വെച്ചുള്ള ശത്രുതയൊക്കെ മതി, കടുത്ത ശത്രുത വേണ്ട. അസ അൻ യകൂന ഹബീബക യൗമമ്മ, അവൻ എന്നെങ്കിലും നിന്റെ ഫ്രണ്ടാകാൻ സാധ്യതയുണ്ട്, സുഹൃത്താകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നിനക്ക് ശത്രുതയുടെ കാലത്ത് ചെയ്തതും പറഞ്ഞതും ഒക്കെ മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു പരിധി വെച്ചിട്ട് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് ഇന്നത്തെ ഈ മദീനയിലെ ഒരു മെസ്സേജായി, സന്ദേശമായി ഇടയിൽ നിങ്ങൾക്ക് നൽകുന്നു എന്നേ ഉള്ളൂ. നമ്മൾ വീണ്ടും മദീനയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, അഭിമാനത്തോടെ അബൂബക്കറിനെ അഭിനന്ദിക്കുകയാണ്. അപ്പോഴും കാര്യത്തിൻ്റെ ഗൗരവം എന്താണെന്നറിയാതെ സഹാബത്ത് ഇരിക്കുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസമായി നമ്മൾ വ്യാഴാഴ്ചയിലേക്ക് എത്തിച്ചേരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കടലാസ് കൊണ്ടുവരൂ. പള്ളിയിൽ കയറിയ പ്രവാചകർ പറഞ്ഞു, ഒരു കടലാസ് കൊണ്ടുവരൂ, ഒരു പേന കൊണ്ടുവരൂ, എഴുതാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും, കടലാസോ എന്തോ എഴുതാൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ചില ആളുകൾ പറഞ്ഞു, വേണ്ട, ഹബീബിന് തീരെ വയ്യ,
എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? അപ്പം ചില ആൾക്കാർ പറഞ്ഞു, അയ്യോ പറ്റില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടതല്ലേ, എന്തായാലും വേണം. തർക്കമായി, ചുരുക്കത്തിൽ തർക്കമായി. ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഖിലാഫത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, സയ്യിദുന ഉമറുൽ ഫാറൂഖ് ഒരു പക്ഷേ അബൂബക്കറിൻ്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുമോ എന്ന് ഭയന്നിട്ടാണ് ആ ശ്രമം ഉപേക്ഷിക്കാൻ പറഞ്ഞത് എന്ന് വല്ലാഹി നിങ്ങളാരും തെറ്റിദ്ധരിച്ചു പോകരുത്, ഉറപ്പായും തെറ്റിദ്ധരിക്കരുത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെ നമ്മളിവിടെ പരാമർശിക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ കയറി പൊട്ടിക്കരഞ്ഞില്ലേ നമ്മൾ 4-5 ദിവസങ്ങൾക്ക് മുമ്പ്? മകനെ, എൻ്റെ തല മണ്ണിലേക്ക് വെക്കണം, അള്ളാഹുവിന് അങ്ങനെയെങ്കിലും എന്നോടൊരു കരുണ തോന്നട്ടെ എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമറിനോട് മടിയിൽ തലവെച്ച് കിടക്കുന്ന പറഞ്ഞ ആളാണ് ഉമർ റളിയല്ലാഹു. മാത്രമല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ ആ കൈ ചെന്ന് ചേർത്ത് പിടിച്ച് ഫാറൂഖ് ഉമർ പറയുകയാണ്, റളിയഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദീനിനാ. ഖിലാഫത്ത് ഏറ്റെടുത്ത അബൂബക്കറിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് ഫാറൂഖ് പറയുകയാണ്, റളിയഹു റസൂൽ ഫീ ദീനിനാ, നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഈ അബൂബക്കറിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാരെ. അഫലാ നർല്ലാഹു ഫീ ദുനിയാനാ, പിന്നെ നമ്മുടെ ദുനിയാവിന്റെ വിഷയത്തിൽ എന്തിനാണ് നമ്മൾ അബൂബക്കറെ തൃപ്തിപ്പെടാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇൻസ്പയർ ഡയലോഗ് ആദ്യമായി പറഞ്ഞ് അബൂബക്കറിനെ ചേർത്ത് പിടിച്ച് ബൈഅത്ത് ചെയ്ത ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിദൂരമായ ഒരു ചിന്തയിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു ആ കടലാസ് തടഞ്ഞത് അതിനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുതേ. എനിക്ക് ഭയമുണ്ട്, പേടിയുണ്ട്. ചില പ്രഭാഷകന്മാരുടെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ അങ്ങനെ കേട്ടു അത്തരത്തിൽ ദ്യോതിപ്പിക്കുന്ന ചില പരാമർശം. അവരും അള്ളാഹുവാണ്, അള്ളാഹു അലം. പക്ഷേ ബഷീറിന് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. നിങ്ങളും അങ്ങനെ പറയരുത്. ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ചിലപ്പോൾ അബൂബക്കറിനാകുമെന്നുകൊണ്ടല്ല തടഞ്ഞത്. പക്ഷെ തർക്കം അവിടെയുണ്ടായി. റസൂലുള്ളാഹി പറഞ്ഞു, ഖൂമു അന്നി, എഴുന്നേറ്റ് പോകൂ എല്ലാവരും. ഫഇന്നഹു ലാ യൻബഗി അൻ തുനാസഅ ഇൻദി, എൻ്റെ അരികിൽ വെച്ച് തർക്കിക്കുന്നത് ശരിയല്ല, പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചരിത്രത്തിൽ ഇപ്പോഴും അപൂർവമായി കിടക്കുകയാണ്. ആരും അത് രേഖപ്പെടുത്തിയിട്ടില്ല. തൻ്റെ അവസാന കാലത്ത് എന്താണ് പ്രവാചകൻ എഴുതാൻ വിചാരിച്ചത് എന്നറിയില്ല. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. ചരിത്രം അവിടെ ഇരുണ്ട് പിടിച്ച് കിടക്കുകയാണ്. 1000 ആളുകൾ നമ്മളിപ്പോൾ വീക്ഷിക്കുന്നുണ്ട്. 937 ആളുകളുണ്ട്. മാഷാ അല്ലാഹ്. ഒന്നുകൂടി ഷെയർ ചെയ്താൽ കുറേ ആളുകളിലേക്ക് എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടൊരു ഉപദേശം കൊടുക്കുകയാണ്. 3 ഉപദേശം. 1, ജൂതന്മാരെ നിങ്ങൾ മദീനയുടെ അതിർത്തിയിൽ നിന്ന് മാറ്റണം. അതിന് ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. ജൂതന്മാരെ ഒറ്റയടിക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞതല്ല. ചില കരാറുകൾ അവർ ലംഘിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയണമെന്ന് അത്രയും താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ ഈ വിഷയത്തിൻ്റെ ഒരു ഒഴുക്കിനെ ബാധിക്കുമെന്നതുകൊണ്ട് ഞാൻ ചരിത്രത്തിലേക്കൊന്ന് ഡൈവേർട്ട് ചെയ്യുന്നില്ല. യൂട്യൂബിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ സമ്മേളനത്തിൽ ഈ വിനീതൻ തന്നെ പ്രസംഗിച്ച മദീന ചാർട്ടർ എന്ന് പറയുന്ന വിഷയം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കേട്ടാൽ അറിയാം എന്തുകൊണ്ടാണ് ജൂതന്മാരെ മദീനയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തത്. നിങ്ങളിപ്പോഴും പലരും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആയ ആളുകൾ ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ട് മദീനയിൽ ആ മുസ്ലിമിന് പ്രവേശനമില്ല? ആ ചോദ്യത്തിന് നിങ്ങൾ എന്തെങ്കിലും ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടോ? വലിയ സ്നേഹം പറയുന്ന ആളുകളല്ലേ മുസ്ലിങ്ങൾ. ഉത്തരമുണ്ടോ? എങ്കിൽ ഉത്തരമുണ്ട്. അതൊരു കൊടിയ ചതിയുടെ നൊമ്പരമുള്ള ഓർമ്മയാണ്. അപ്പോൾ നിങ്ങളത് കേൾക്കാൻ ശ്രമിച്ചോളൂ. ഇപ്പോൾ നമ്മൾ ഈ റൗള ഷരീഫിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുണ്യനബിയുടെ ഈ നൊമ്പരം കാണുമ്പോൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നില്ല. റസൂൽ പറഞ്ഞു ജൂതന്മാരെ മാറ്റണം. 2, ദൗത്യ സംഘങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. മാഷാ അല്ലാഹ്, മദീനയിലേക്ക് എൻ്റെ വഫാത്ത് കഴിഞ്ഞാലും ദൗത്യ സംഘങ്ങൾ വരും. വ്യത്യസ്ത മതക്കാരായിരിക്കാം, ചിന്താഗതിക്കാരായിരിക്കാം. പക്ഷെ നിങ്ങളവരെ ആദരവോടെ ഇൻവൈറ്റ് ചെയ്യണം. എക്കാലത്തെയുമുള്ള മുസ്ലിം ലോകത്തിന് ഓർത്തെടുക്കേണ്ട ഒരു ഉപദേശമാണ്, അഡ്വൈസാണ് കേട്ടോ അത്. അവരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. പിന്നെ പറഞ്ഞു, എൻ്റെ ഖബറിനെ നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കരുത്. പൂർവ്വപ്രവാചകന്മാരുടെ പലരുടെയും 1300 ഷെയറായി. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈർ. അള്ളാഹു എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ. ആരാധനാ കേന്ദ്രമാക്കിയിരുന്നു. അതുപോലെ ആക്കരുത്. ഈസാ നബിയെ ആരാധിക്കുന്നവരുണ്ട്. ഈസാ നബിയുടെ ഉമ്മ മറിയമിനെ വിശുദ്ധയാക്കി ആരാധിക്കുന്നവരുണ്ട്. അതുപോലെ ആകരുത് എന്ന് പ്രവാചകർ പറഞ്ഞു.
നമ്മളാരും മദീനയിൽ പോയി പ്രവാചകനെ ആരാധിക്കുന്നില്ല. ഉണ്ടോ സഹോദരങ്ങളെ? ഹബീബിന്റെ പേരിൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ? ഇല്ല. നിസ്കാരം അള്ളാഹുവിനാണ്. ഹബീബിനെ നമ്മൾ പ്രണയിക്കുന്നുണ്ട്. ആരാധനയും ആദരവും തമ്മിൽ വലിയ അകലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ റസൂലുള്ളാഹിനെ ആദരിക്കുകയാണ്, ആരാധിക്കുന്നില്ല. അള്ളാഹുവിനെ അല്ലാതെ ഒരു വ്യക്തിയെയും ശക്തിയെയും ആരാധന ചെയ്യാൻ 1400 ഷെയറായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ ഒരു ഉപദേശം. അവസാനം പറഞ്ഞു അസ്സലാ. വേദനിക്കുന്ന ആ സമയത്തും റസൂലുള്ളാഹി പറയാ അസ്സലാ, നിസ്കാരം കൊണ്ട് വസിയത്ത് ചെയ്യാൻ. അന്നത്തെ സന്ധ്യയായി. മദീനയുടെ ആകാശത്ത് നിലാവ് പുഞ്ചിരി തൂകി വരികയാണ്. അന്നത്തെ നിലാവിന് പുഞ്ചിരിയുണ്ട് എന്നത് ഒരാലങ്കാരിക പ്രയോഗം മാത്രമായിരിക്കും. അന്ന് നിലാവിന് അത്രമേൽ ശോഭയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മഗ്രിബ് നമസ്കാരമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇമാമത്ത് നിൽക്കുകയാണ്. വ്യാഴാഴ്ച ദിവസം. ആലോചിക്കണേ, വെട്ടിപ്പൊളിക്കുന്ന തലവേദനയും കിടുങ്ങി വയർക്കുന്ന പനിയുമുള്ള പ്രവാചകൻ ശരീരമാകെ ക്ഷീണിച്ചിട്ടും അന്ന് ഇമാമത്ത് നിൽക്കുകയാണ്. ഒന്നാമത്തെ റക്അത്തിൽ 50 ആയത്തുകളാണ് ഓതിയത്. വൽ മുർസലാത്ത് എന്ന് പറയുന്ന അധ്യായത്തിലെ 50 ആയത്തുകൾ ഓതി. ദീർഘമായ നിസ്കാരമായിരുന്നു അത്. നോക്കൂ, ആ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴൊന്നും സഹാബത്തിൽ പലരും, ഭൂരിപക്ഷം ആളുകളും റസൂലുള്ളാഹി അങ്ങനെ ഒരു മരണത്തിൻ്റെ അവസ്ഥയിലാണെന്ന് ചിന്തിച്ചിട്ടില്ല. ഇശാ നമസ്കാരത്തിൻ്റെ സമയമായി. ഐഷ ബീവിയോട് പറഞ്ഞു, എനിക്കൊന്ന് ഒളു എടുത്തു തരൂ. പുണ്യനബി ഒളു എടുത്തു. പള്ളിയിലേക്ക് പ്രവേശിക്കാൻ കാല് വെക്കുന്ന സമയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണുപോയി. പ്രവാചകൻ ക്ഷീണിച്ച് ബോധരഹിതനായി വീണുപോയി. സഹാബത്ത് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് പള്ളിയിൽ. ബോധം കുറച്ചു കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ആദ്യത്തെ ചോദ്യം അസല്ലന്നാസ് ഐഷാ, ജനങ്ങൾ ഇശാ നിസ്കരിച്ചോ? ഐഷ ബീവി പറഞ്ഞു വഹും യന്തളിറൂനക യാ റസൂലല്ലാഹ്, അവരങ്ങയെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ തവണ ഒളു എടുക്കുകയാണ്. ഒളു എടുത്തു, ബോധം കെട്ടു വീണു. പടച്ചവനെ, ഹബീബായ നബി രണ്ടാമത്തെ തവണയും ബോധം കെട്ടു വീണു. സഹാബത്ത് പള്ളിയിൽ കാത്തു നിൽക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ബോധം വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആയിഷ അസല്ലന്നാസ് ആയിഷ, ജനങ്ങൾ ഇശാ നിസ്കരിച്ചോ? നബിയെ വഹും യന്തളിറൂനക, അവരങ്ങയെ പ്രതീക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വീണുപോയി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ തവണയും ഹബീബിങ്ങളെ, ഇത് ചുമ്മാ ഒരു കഥ പറയുകയല്ല, മൂന്നാമത്തെ തവണയും റസൂലുള്ളാഹി എഴുന്നേൽക്കുന്നുണ്ട്. 1 സെക്കൻഡ്. മൂന്നാമത്തെ തവണയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ഓടുന്നു. പക്ഷേ ബോധം കെട്ടു വീണു. ബോധത്തിൽ നിന്ന് എഴുന്നേറ്റ് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത ഹുജറത്തു ഷരീഫയിലാണിത്. ഇപ്പം കിടക്കുന്ന ഖബറില്ലേ, അവിടെയാണ് റസൂലുള്ളാഹിക്ക് ഇത് സംഭവിക്കുന്നത്. എഴുന്നേറ്റ് ചോദിച്ചു അസ്സല്ലന്നാസ് ഇശാ നിസ്കരിച്ചോ? വഹും യന്തളിറൂനക. പക്ഷേ റസൂലുള്ളാഹി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് 3-ാം വട്ടം വീണു പോകുന്നുണ്ട്. ആ എഴുന്നേറ്റ് വീണു പോകുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു ആയിഷ മുറു അബൂബക്കർ, അബൂബക്കറിനോട് കൽപ്പിക്കും അയ്യുസല്ലിയ ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമത്തായി നിസ്കരിക്കാൻ വേണ്ടി പറയുക അബൂബക്കറിനോട്. അപ്പോൾ ആയിഷ ബീവി പറയാൻ, നബിയെ, എൻ്റെ ഉപ്പച്ചി വളരെ നിർമ്മല ഹൃദയനല്ലേ നബിയെ, ഇമാമത്തൊന്നും നിൽക്കാൻ പറ്റില്ല നബിയെ. അങ്ങയുടെ ഓർമ്മകൾ അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തി നിസ്കാരം പൂർത്തീകരിക്കാൻ കഴിയാതെ പോകും നബിയെ. നോക്കൂ നിങ്ങൾ, ഞാൻ സംഭവം പറയാൻ വേണ്ടിയിട്ട് ആലോചിക്കുമ്പോൾ ഒറ്റക്കിരുന്ന് കുറേ ആലോചിച്ചു. നിങ്ങൾക്കും ഞാനൊരു പുതിയ സംഭവം പറഞ്ഞു തരാം. ഒരു സംഭവം പറയുകയല്ല, അവിടെ ചിന്തിക്കാനുള്ളൊരു കാര്യം. ആയിഷ ബീവി എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഉണ്ടാവുകയാണെങ്കിൽ തൻ്റെ ഉപ്പച്ചിക്ക് ഖിലാഫത്ത് ലഭിക്കുമെന്ന് ആയിഷ ബീവി ചിന്തിച്ചിരുന്നുവെങ്കിൽ, ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, ഹബീബായ നബി ഉത്തരവിട്ട നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ അഭിമാനത്തോടെ പറയുമായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷെ പറഞ്ഞത് എൻ്റെ ഉപ്പച്ചിക്ക് നിൽക്കാൻ കഴിയില്ല നബിയെ എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അല്ലേ? റസൂലുള്ളാഹി ഒരു പദവി നൽകുകയല്ലേ.
അതൊരു സൂചകമായ പദവിയല്ലേ? റസൂൽ കഴിഞ്ഞാൽ അബൂബക്കറാണ് ഇമാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് അല്ലേ? പക്ഷെ ആയിഷ ബീവി അങ്ങനെയല്ല പറഞ്ഞത്. ഉപ്പാനെ മൂച്ചിമ കയറ്റി തള്ളിവിടാനല്ല ശ്രമിച്ചത്. നബിയെ, എൻ്റെ ഉപ്പച്ചിക്ക് പറ്റൂല. റസൂലുള്ളാഹി നിർബന്ധിച്ചു, മുറു അബൂബക്കർ, അബൂബക്കറിനോട് കൽപ്പിക്കുക, ജനങ്ങൾക്ക് നിസ്കരിക്കാൻ കൽപ്പിക്കുക ആയിഷ എന്ന് ദേശത്തോടെ പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവി ഉപ്പയോട് പറയുന്നത്, ഉപ്പ ഇമാമത്ത് നിൽക്കണം. അന്നത്തെ ദിവസം കഴിഞ്ഞു, ശനിയാഴ്ച ദിവസമായി. കുറച്ചൊരു അസുഖം ഭേദമായപ്പോൾ റസൂലുള്ളാഹി ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു. ദീർഘമായ ഒരു പ്രസംഗം നടത്തി മടങ്ങി. ഞായറാഴ്ച ദിവസമാണ്. റസൂലുള്ളാഹി തൻ്റെ അടിമകളെ ദാനം ചെയ്തു. 9 ദീനാർ കൈവശമുണ്ടായിരുന്നു, അത് ദാനം ചെയ്തു. ഹബീബിങ്ങളെ, ഈ ദിവസങ്ങളിൽ ആയിഷ ബീവി വിളക്ക് കത്തിച്ചിരുന്നത് അടുത്ത വീട്ടിൽ നിന്ന് പണയത്തിന് വാങ്ങിയ ഒരു വിളക്കാണ് കത്തിച്ചിരുന്നത്. എണ്ണയില്ലായിരുന്നു. റസൂലുള്ളാഹിയുടെ വീട്ടിൽ കഞ്ഞി കുടിച്ചിരുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിരുന്നത് അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടയങ്കി ഉണ്ടായിരുന്നു. അത് 30 സാഇന് പണയം വെച്ചിരിക്കുകയായിരുന്നു. 12,000 ചതുരശ്ര മൈൽ പരന്നു കിടക്കുന്ന വിശാലമായ ഒരു ഭൗതിക രാഷ്ട്രത്തിന്റെ നേതാവ്. സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങളും മാമലകളും സമതലങ്ങളും മാറുകളും പുഴകളും ജലാശയങ്ങളും ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെയും നേതാവ് 30 സാഴ് ഭക്ഷണത്തിന് വേണ്ടി പണയം വെച്ചിരിക്കുകയായിരുന്നു. തോഫിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വദിർഉഹു മർഹൂനൻ ഇൻദ യഹൂദി. റസൂലുള്ളാഹിന്റെ പടയെങ്കി ഒരു ജൂതന്റെ കൈവശം പണയത്തിലായിരുന്നു. മാഷാ അല്ലാഹ്, 1000 ആളുകൾ ഇപ്പോൾ ലൈനിലുണ്ട്. 1500 ഷെയർ ആയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് അതിൽ അഭിമാനം കൊള്ളാനല്ല. എത്താത്ത ഒരാൾക്ക് ഹുബ്ബുൻ നബി കയറട്ടെ. ഇനി ഒരവസരത്തിൽ നമ്മൾ ഈ ലൈനിൽ വരില്ലല്ലോ ഈ വിഷയവുമായിട്ട്. ഹബീബിങ്ങളെ, പണയം വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മൾ മദീനത്തല്ലേ, ദൂരെ കേരളത്തിൽ ബാങ്കിൽ പണയം വെക്കുന്ന മാതിരിയുള്ള പരിപാടിയല്ല. ഈടുവെപ്പ് എന്നായിരിക്കും പറയുന്ന, നല്ല ഭാഷ അതായിരിക്കും. ഈ പടയങ്കി അവിടെ കൊടുത്ത് പൈസ വാങ്ങുകയാണ്. പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ പടയങ്കി തിരിച്ചു കിട്ടും. 1 രൂപ അധികം കൊടുക്കുന്നില്ല. അതാണ് പണയം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. റസൂലുള്ളാഹി പണയം വെച്ചു എന്ന് കരുതി ബാങ്കിൽ സ്വർണം പണയം വെക്കാൻ പോകണ്ട. ഈടുവെപ്പ് എന്നാണ് അതിൻ്റെ മലയാളത്തിലെ ഒരു ഭാഷീകരണം. മലയാളം ഒരു ചെറിയ ഭാഷയാണല്ലോ. അറബി എന്ന് പറയുന്ന ഒരു വേൾഡ് ലാംഗ്വേജ് ആണ്. തിങ്കളാഴ്ചയായി, ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ചയായി, സുബഹി നിസ്കാരത്തിന്റെ സമയമായി. റസൂലുള്ളാഹിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. സുബഹിക്ക് പള്ളിയിലെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിസ്കാരം നടക്കുകയാണ്. അതിനിടയിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പൊന്നിങ്ങനെ മാറ്റി. ഇപ്പൊ കിടക്കുന്ന റൗള ഷരീഫിന്റെ, അത് ആയിഷ ബീവിയുടെ വീടായിരുന്നു, അവിടുന്ന് വിരിപ്പൊന്ന് മാറ്റി. തൻ്റെ പ്രിയപ്പെട്ട സഹാബത്ത് വരിയായി നിന്ന് ഭക്തിയോടെ സുബഹി നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ ആദരവായ റസൂൽ ഒന്ന് ചിരിച്ചു. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ അല്ല, പതിരാവിൽ പാതി വിരിയുന്ന പാരിജാത പൂ പോലെ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവസാനത്തെ ചിരിയായിരുന്നു അത്. ആ നിസ്കാരത്തിനിടയിലും വിരിപ്പൊന്ന് ഇളകിയപ്പോ, പടച്ചവനെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിസ്കാരത്തിൽ ശ്രദ്ധ പോകാൻ പാടുമോ? നിസ്കാരത്തിൽ എവിടെയെങ്കിലും ശ്രദ്ധ പോകാൻ പറ്റുമോ? പക്ഷെ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ബഷീർ അല്ല പറയുന്നത്, റസൂലിന് ശിഫയായി എന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം വിരിപ്പിളകി റസൂലുള്ളാഹിന്റെ മുഖം ഞങ്ങൾ കണ്ടു. എന്ന് വെച്ചാൽ വിരിപ്പിളകിയപ്പോ സഹാബത്ത് നോക്കിയിട്ടുണ്ടാകണം, എല്ലാം മറന്ന് റസൂലുള്ളാഹിനെ നോക്കിയിട്ടുണ്ടാകണം. ഫർഹം ബി ശിഫാഇ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ രോഗം ശിഫയായി എന്ന സന്തോഷം കൊണ്ട് ഞങ്ങളുടെ നിസ്കാരം ബാത്തിലായി പോകുമോ എന്ന് ഞങ്ങൾ കരുതിയെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹബീബികളെ, നിസ്കാരത്തിൽ ഞാൻ ഊഹിക്കുകയാണ്, അല്ലാഹു അഅലം, തെറ്റാണെങ്കിൽ അല്ലാഹു എന്നോട് പൊറുക്കട്ടെ. പക്ഷേ ഈ ഹദീസ് അനസ് റളിയല്ലാഹുവിന്റെ വാക്കുണ്ട്, ഞങ്ങളുടെ നിസ്കാരം ഫർഹം ബി ശിഫാഇ റസൂലില്ലാഹ്, റസൂലുള്ളാഹിക്ക് ശിഫയായി എന്ന സന്തോഷം കൊണ്ട് നിസ്കാരം ബാത്തിലായി പോകുമോ എന്ന് ഞങ്ങൾ കരുതി എന്ന് പറഞ്ഞത് അത് സത്യമാണ്. പക്ഷെ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാണ്, എങ്ങനെയാണ് റസൂലുള്ളാഹിക്ക് ശിഫയായത് നിസ്കാരത്തിൽ ഇവരറിഞ്ഞത്?
നോക്കിയിട്ടുണ്ടാകണം. വിരിപ്പ് ഇങ്ങനെ ഇളകിയപ്പോൾ നോക്കിയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ മുൻഭാഗത്തായിരിക്കും. എങ്ങനെയാണെങ്കിലും ശരി റസൂലുള്ളാഹിന്റെ മുഖം അവർ നിസ്കാരത്തിൽ കണ്ടു. അതുകൊണ്ടല്ലേ നിസ്കാരം ഹലാക്കായി പോവോ, ഹാപ്പിനെസ് കിട്ടിയെന്ന്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി ഒന്ന് തല പള്ളിയിലേക്ക് നീട്ടി ഒന്ന് ചിരിച്ചു, മന്ദഹാസം. അവസാനത്തെ ചിരിയായിരുന്നു അത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു. പിന്നെ റസൂലുള്ളാഹി തല ഉള്ളിലേക്ക് വലിച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു സുബഹി നിസ്കാരം കഴിഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി, റസൂലുള്ളാഹിക്ക് ശിഫ കിട്ടിയല്ലോ, എഴുന്നേറ്റ് നോക്കാനൊക്കെ തുടങ്ങിയല്ലോ. എല്ലാവരും റസൂലുള്ളാഹിന്റെ അരികിൽ നിന്ന് പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയേക്കായിരുന്നു. മറ്റൊരു ഭാര്യയുടെ വീട് എന്നും പറയുന്നത് കുറച്ച് ദൂരത്തുള്ള സ്ഥലം. ളുഹാ സമയമാവുകയാണ്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വന്നു. എന്ന് വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ, ആയിഷ ബിവിയുടെ ബ്രോ, സഹോദരൻ വന്നു. അവരുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു, അറാഖ്. അറബികൾ ഉപയോഗിക്കുന്ന അറാഖില്ലേ. റസൂലുള്ളാഹിന്റെ ആ അവസ്ഥയിൽ അറാഖിലേക്ക് പുണ്യനബി ഇങ്ങനെ നോക്കി, ഞാൻ എങ്ങനെയാണിത് പറഞ്ഞു തീർക്കുക. അപ്പോൾ ആയിഷ ബീവിക്ക് മനസ്സിലായി ആ ഒരു എക്സ്പ്രഷൻ, ആ ബോഡി ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്തു ആയിഷ ബീവി. അബ്ദുറഹ്മാൻ കയ്യിൽ നിന്ന് റളിയല്ലാഹു അൻഹു അത് വാങ്ങി. റസൂലുള്ളാഹി മന്ദഹസിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് ആയിഷ ബീവിക്ക് മനസ്സിലായല്ലോ എന്ന് കരുതി. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, ഉലയ്യിനഹു യാ റസൂലല്ലാഹ്, ഉലയ്യിനഹു യാ റസൂലല്ലാഹ്, ഞാനിത് നിങ്ങൾക്കൊന്ന് എന്താ പറയാ, സോഫ്റ്റാക്കി തരട്ടെ നബിയെ, ഒന്ന് നനച്ച് തരട്ടെ നബിയെ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു രവായത്തിൽ സുബൈക്ക് മുമ്പാണ് റസൂലുള്ളാഹി വഫാത്താകുന്നതെന്നും പറയുന്നുണ്ട്. ആ അഭിപ്രായം ഞാൻ മാനിക്കുന്നുണ്ട്. നോക്കൂ, അവർ ആയിഷ ബീവി ശ്രദ്ധിക്കണേ ഹബീബിങ്ങളെ, ആയിഷ ബീവി ആ എന്താ പറയുക അറാക്കുണ്ടല്ലോ അത് വായിലേക്ക് വെച്ചു. അതല്ല ഫാത്തിമ ബീവിയോട് സ്വന്തം അറാക്കാണ് കൊണ്ടുവരാൻ പറഞ്ഞത് എന്നുമുണ്ട്. രണ്ടാണെങ്കിലും ശരി, ഈ സംഭവം ഉണ്ട്. ആയിഷ ബീവി തൻ്റെ ഉമിനീര് അതിലേക്ക് കലർത്തി, എന്നിട്ട് ചവച്ചു. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തളർന്ന കയ്യിൽ ഇങ്ങനെ പിടിപ്പിച്ചു. പുണ്യ നബിയുടെ പല്ലിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. പവിഴമുത്തുകളെ പോലെ, ചന്ദ്രൻ ഓടി നടക്കുന്നത് പോലെയുള്ള ദന്തനിരകളിൽ ആയിഷ ബീവി മുത്തുനബിയുടെ കൈ കൊണ്ട് 3 തവണ മിസ്വാക്ക് ചെയ്തു കൊടുത്തു. അതിനേക്കാൾ മനോഹരമായി ലൈഫിൽ ഒരിക്കൽ പോലും തിരുമേനി അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ്. വല്ലാത്ത സന്തോഷമായി. ഈ സംഭവത്തെക്കുറിച്ച് ആയിഷ ബീവി പിന്നീട് പറയുന്നുണ്ട്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ 2 എണ്ണമാണ്. മറ്റൊരുപാട് അനുഗ്രഹങ്ങളിൽ 2 എണ്ണമാണ്. ഒന്ന്, തുവഫിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതി വബൈന സഹരി, റസൂലുള്ളാഹി വഫാത്തായത് എൻ്റെ വീട്ടിൽ വെച്ചാണ്, എൻ്റെ നെഞ്ചിൽ കിടന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി വഫാത്തായത്. ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ മടിയിൽ കിടന്ന് മരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു ഭർത്താവിൻ്റെയും സൗഭാഗ്യം ഭാര്യയുടെ നെഞ്ചിൽ കിടന്ന് മരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒക്കെ പൊരുത്തപ്പിടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ വണ്ടി ഇടിച്ച് കിടന്ന് മരിച്ചിട്ട് ഒരിക്കൽ പോലും കാണാത്ത, അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. അപ്പോൾ അതാണ് എൻ്റെ ഒരു സന്തോഷം. ആ പറഞ്ഞതിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ, നിങ്ങൾ ഈ വൈകാരികമായ മുഹൂർത്തത്തിൽ പോകരുത്. അതായത് എൻ്റെ വീട്ടിൽ വെച്ചാണ് മരിച്ചത് എന്ന് പറയാൻ കാരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ 9 പത്നിമാരുണ്ട്. ഓരോരുത്തരുടെയും വീട്ടിൽ റൊട്ടേഷൻ പ്രകാരം ഓരോ ദിവസം താമസിച്ച് വരികയായിരുന്നു. പക്ഷേ ഈ രോഗം ബാധിച്ച തുടക്കം, നമ്മൾ തുടങ്ങിയ ദിവസം ഉണ്ടല്ലോ, അന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, കടുത്ത പനി റസൂൽ ചോദിക്കുന്നുണ്ട്, ഞാൻ നാളെ എവിടെയാണ്, നാളെ എവിടെയാണ് എന്ന് വെച്ചാൽ നാളെ ഞാൻ ഏത് വീട്ടിലാണ് കിടക്കേണ്ടതെന്ന്. 9 പത്നിമാരോടും നീതി പുലർത്താൻ, ഒരു ദിവസം ഒരു വീട്ടിൽ, മറ്റൊരു വീട്ടിൽ മറ്റൊരു ദിവസം താമസിക്കേണ്ടതാ. അപ്പം ഞാൻ നാളെ എവിടെയാണ്? ആ വിഷമഘട്ടത്തിൽ പോലും പത്നിമാരോടുള്ള നീതി പുലർത്താൻ റസൂലുള്ളാഹി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പക്ഷേ അങ്ങനെ റൊട്ടേഷൻ ചെയ്ത് വന്നിരുന്നുവെങ്കിൽ വഫാത്തിൻ്റെ ദിവസം
റസൂലുള്ള കിടക്കേണ്ടിയിരുന്നത് ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മറ്റൊരു പത്നിയുടെയും ഓഹരി ദിവസത്തിലല്ല റസൂലുള്ള വഫാത്താകുന്നത്. ആയിഷ റൊട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ പോലും ആയിഷ ബീവി വീട്ടിലാണ്. രണ്ടാമത്തെ ആയിഷ ബീവിയുടെ സന്തോഷം, ഇന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖഹു, എൻ്റെ ഉമിനീരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നൂറാനിയത്തിൻ്റെ ഉമിനീരും അള്ളാഹു ഒരുമിച്ച് കൂട്ടി. ഒരു പത്നി അഭിമാനത്തോടെ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം പറയാണ്, എൻ്റെ ഉമിനീരും ഹബീബായ നബിയുടെ ഉമിനീരും അള്ളാഹു ഒരുമിച്ച് കൂട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ഹബീബിങ്ങളെ, റസൂലുള്ളാഹ് വല്ലാത്ത ക്ഷീണത്തിലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമറൊന്നും അടുത്തില്ല, പ്രമുഖരായ സഹാബിമാരൊന്നും അടുത്തില്ല. റസൂലുള്ളാഹിന്റെ മുഖം വിവർണമായി തുടങ്ങുകയാണ്. 63 കൊല്ലക്കാലത്തെ നിതാന്തമായ പോരാട്ടങ്ങളുടെ സമരഗാഥകൾ നടത്തിയ മഹാൻ, പാപ്പ എന്ന് വിളിക്കാൻ പിതാവില്ലാതെ യത്തീമായി വളർന്ന ആ പൊന്നുമോൻ, മക്കയുടെ മക്താഫിൽ എല്ലാവരും പിതാക്കന്മാരുടെ കൈ പിടിച്ച് കുശലം പറഞ്ഞ് സായാഹ്നങ്ങൾ ചെലവിടുമ്പോൾ കഅബയുടെ ഏതോ മൂലയിൽ പിതാവില്ലാത്ത നൊമ്പരം പേറിയിരുന്ന ഹബീബായ അൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മ ആമിന ബീവി അബവ എന്ന് പറയുന്ന സൈകത ശൈലങ്ങളിൽ മരിച്ചു വീണപ്പോൾ ഉമ്മു ഐമൻ എന്ന അടിമപ്പെണ്ണിൻ്റെ കയ്യു പിടിച്ച് തിരിഞ്ഞു നോക്കി ബാലനായ റസൂൽ മക്കയിലേക്ക് തിരിച്ചു വരുന്ന ചരിത്രത്തിൽ ഒരു രംഗമുണ്ട്. പാപ്പയും ഉമ്മയും ഇല്ലാതെ വെല്ലിപ്പയുടെ അബ്ദുൽ മുത്തലിബിന്റെ കീഴിൽ വളർന്നു. ചെറുപ്പകാലത്ത് ഒരു തിന്മയിലും ഇടപെടാത്ത, ഒരു ഡാൻസ് ക്ലാസ്സിലും ഒരു പാട്ട് കച്ചേരിയിലും ഒരു ബഹളങ്ങളിലും അഭിരമിക്കാതെ യുവത്വം ചെലവിട്ട, പിന്നീട് നുബുവത്ത് കിട്ടിയപ്പോൾ ഖദീജ ബിവിയെ കല്യാണം കഴിച്ച, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദ് പറഞ്ഞപ്പോൾ നീ ഭ്രാന്തനാണെന്ന് വിളിച്ചവഹേളിച്ചു. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ജന്മനാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. ബദറിലും ഉഹദിലും പോർക്കളങ്ങളിൽ ദീനിനു വേണ്ടി പടപൊരുതിയ ത്യാഗനിർഭരമായ ഒരു മഹാജീവിതം ലോകത്തിന് വെളിച്ചമായ ഈ സത്യവിശ്വാസം വിശ്വസിച്ചതിൻ്റെ പേരിൽ അമ്മാറും യാസിറും ബിലാലും സൽമാൻ ഫാരിസിയും ഒക്കെ അനുഭവിച്ച ത്യാഗങ്ങൾ എന്താണ്? സർവതല സ്പർശിയായ ഒരു മഹാസന്ദേശത്തിൻ്റെ വാഹകൻ, ലോകത്തിന് വെളിച്ചമാകിയ നായകന്റെ മുഖം മങ്ങുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്. മരണത്തിന് കഠിനമായ വേദനയുണ്ട്. പ്രവാചകൻ പറയുക, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഓടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതന്നെയാണ് പറയുന്നത്, ഇന്ന ലിൽ മൗതി സക്കറാത്ത്. അദ്ദേഹം ചോദിച്ചു, നബിയെ, അങ്ങേക്കും മരണവേദനയുണ്ടോ? നഅം കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്നുള്ള 2 പേരുടെ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബിയെ, ഫലിദാലിക അജ്റാൻ യാ റസൂലല്ലാഹ്, അപ്പൊ നിങ്ങൾക്ക് 2 മരണവേദനയുടെ പ്രതിഫലം ലഭിക്കുമോ? നഅം, എനിക്ക് 2 വേദനയുടെ പ്രതിഫലം ലഭിക്കും. നോക്കൂ, മരണസമയത്ത് പോലും ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുകയാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സക്കറാത്ത്, അല്ലാഹുവേ മരണത്തിന്റെ വേദനയൊന്ന് എളുപ്പമാക്കി. ഹബീബിങ്ങളെ, ഒരു ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ പരസ്യമായി ഇതിങ്ങനെ സംസാരിക്കാൻ പറ്റിയൊരു വിഷയമല്ല. റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുമ്മ ഹവ്വിൻ അലയ്യ സക്കറാത്ത്, ഒന്ന് വേദന ചുരുക്കിത്തായോ റബ്ബേ. ആ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കാൻ തുടങ്ങി. ശബ്ദമിങ്ങനെ കുറയുകയാണ്. 9 പത്നിമാരും അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരോടും വസിയത്ത് ചെയ്തു. ഫാത്തിമ ബിവി ഓടി വന്നു തൻ്റെ വാപ്പായുടെ ഉമ്മുഖത്തുമ്മ വെച്ചപ്പോൾ കവിളിങ്ങനെ ചേർത്ത് പിടിച്ച് മുത്തുനബി പറഞ്ഞു, ഫാത്തിമ കരയല്ലേ. ഫാത്തിമ ഓടി വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് എന്റെ ഒരു ദുഃഖമേ. ഖദീജ ബീവിയുടെ പൊന്നുമോൾ, ഉമ്മയില്ലാതെ ജീവിച്ച ഫാത്തിമയ്ക്ക് ഉപ്പയും ഉമ്മയും എല്ലാമായിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ദുഃഖമേ. നാളത്തെ സയ്യിദത്തി നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ രാജകുമാരി കരഞ്ഞപ്പോൾ, പൊന്നുമോളെ, ലൈസ അലാ അൽബീകി കർബുൻ
ബഅദൽ യൗം, ഈ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പച്ചിക്ക് ദുഃഖമില്ലടാ മുത്തേ, കരയല്ലടാ പൊന്നെ. എന്നിട്ട് ആ കാതിൽ പറഞ്ഞു, ഉപ്പച്ചി പോവാണ് കേട്ടോ, ഉപ്പച്ചി പോവാണ്. ഫാത്തിമ ബിബി നിയന്ത്രണം വിട്ട് കരഞ്ഞു. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മോളെ കരയല്ലടാ, എൻ്റെ മോൾ വളരെ വേഗം എൻ്റെ അരികിലേക്ക് എത്തും. എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ എന്നോട് ചേരുന്നത് നീയാണ്, പിന്നെ എന്തിനാ കരയുന്നേ? അത് കേട്ടപ്പോൾ ഫാത്തിമ ബിബി ചിരിച്ചു അത്രേ. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു ഭാഗമാണത്. മരിക്കാൻ അടുത്ത ആൾ നീയാണെന്ന് പറയുമ്പോൾ കരയല്ലേ വേണ്ടത്, ഞെട്ടുകയല്ലേ വേണ്ടത്? പക്ഷേ ഫാത്തിമ ബിബി ചിരിച്ചു അത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? മരിച്ചു ഉപ്പാന്റെ അരികിലേക്ക്. ഈ ലോകത്തിന്റെ നൈമിഷികമായ സുഖങ്ങളൊന്നും അവർക്കൊന്നുമല്ല, ഹബീബിലേക്ക് അലിയുക എന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് അവർ മനസ്സിലാക്കി എന്നല്ലേ ഇതെന്ന് മനസ്സിലാകേണ്ടത്. റസൂലുള്ളാഹിയിലേക്ക് എത്തിച്ചേരുക എന്നത്. 6 മാസം കഴിഞ്ഞപ്പോൾ ഫാത്തിമ ബീവി മരിക്കുന്നുണ്ട്. ഹബീബിങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിക്കാൻ തുടങ്ങി. ആയിഷ ബീവിയുടെ മടിയിലല്ലേ പുണ്യനബി കിടക്കുന്നത്. ആയിഷ ബീവി തലയൊന്ന് കുനിച്ചു. ഹബീബിന്റെ റോസാപ്പൂ പോലെയുള്ള അധരപുടങ്ങളിൽ, നമ്മളിപ്പോൾ മസ്ജിദുൻ നബവിയിലാണ്, ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവി ഇങ്ങനെ ചുണ്ട് ചെവി ചേർത്ത് വെച്ചപ്പോൾ ഹബീബായ നബി പറയുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലീ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ വർഹംനി വഅൽഹിഖ്നി ഫീ റഫീഖിൽ അലാ. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തുതായോ റബ്ബേ. ആരാണിത് പറയുന്നത്? നീ എനിക്ക് പുറത്തുതായോ അല്ലാഹുവേ. വർഹംനി, എന്നോട് കരുണ കാണിക്കണേ റബ്ബേ. ഹബീബായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ സമയത്ത് അല്ലാഹുവിനോട് പറയാൻ, ഇത് അവസാനത്തെ 10 റമളാൻ, നരകത്തിൽ നിന്ന് ഇത്തിക്ക് ചെല്ലുന്ന പ്രാർത്ഥനയുള്ള ആഴ്ചയാണ്, അല്ല അവസാനത്തെ 10. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഒരു പാപം ചെയ്തിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണേ അല്ലാഹുവേ. വഅൽഹിഖ്നി ഫീ റഫീഖിൽ അലാ, നീ എന്നെ റഫീഖിൽ അലയിൽ ചേർക്കണേ. മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നീ പ്രവാചകന്മാരോടുകൂടെ അവരുടെ ആത്മാവുകളിൽ എന്നെ എത്തിക്കണേ അല്ലാഹുവേ. സാലിഹീങ്ങളുടെയും ശുഹദാ മുഅ്മിനീങ്ങളെ. ഇത് ചാവക്കാട്ടെ, തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട്ടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ബഷീറാണ് ദ്വാരക്കുന്നതെങ്കിൽ അതിലൊരു അത്ഭുതമില്ല. സാലിഹീങ്ങളോടും ശുഹദാക്കളോടൊക്കെ കൂടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന, കാരണം നമ്മൾ മഹാപാപികളാണ്. പക്ഷെ ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ആരാണ്? അള്ളാഹുവിൻ്റെ നബിയോട് അള്ളാഹു പറഞ്ഞ്, മുൻകടന്നതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും അങ്ങേക്ക് പുറത്തു തന്നിരിക്കുന്നു നബി. എന്നിട്ട് പറയാ, എന്നോട് കരുണ കാണിക്കണേ അല്ലാഹുവേ. അള്ളാഹുവിൻ്റെ ഹബീബാണ് ഈ പറയുന്നത്. എന്നെ നീ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ചേർക്ക്. പ്രവാചകൻ പിന്നെ പറഞ്ഞ വാക്ക് അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. ആ റഫീഖ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ഏതെങ്കിലും ഒരു വ്യാഖ്യാനം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കഴിയില്ല. അള്ളാഹുവിനോടാണ് ഉദ്ദേശം. ഹബീബായ നബിയുടെ കൈ മുകളിലേക്ക് ഉയർന്നു. ആ ചൂണ്ടുവരൽ മേലേക്ക് ഇങ്ങനെ ഒന്ന് ഉയർന്നു. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ എന്നൊന്നുകൂടി പറഞ്ഞു. കണ്ണ് മേലേക്ക് ഉയർന്നു, മച്ചിലേക്കൊന്ന് നോക്കി. പിന്നെ ആ ചുണ്ടിൽ കലിമ വന്നു. പിന്നെ ആ കൈ താഴേക്ക് വന്നു വീണു. ആ ചുണ്ടുകൾ അടഞ്ഞു, ആ കണ്ണുകൾ തനിയെ അടഞ്ഞു. ലോകത്തിൻ്റെ മഹാനായകൻ ഭൗതിക ലോകത്തിൽ നിന്നുള്ള മാറ്റത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓടിക്കിതച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്തി. എങ്ങനെയൊക്കെയോ വിവരം കിട്ട് ഓടിക്കിതച്ചെത്തി. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പൊട്ടിക്കരച്ചലുകൾ ഉയരുമ്പോൾ. ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. വിങ്ങിക്കരച്ചലുകൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? മാത്ത റസൂലുള്ളാഹ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഹബീബിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണസമയത്ത് അവിടെ ഇല്ല. തിരിച്ചു വന്ന് ഹബീബ് മരിച്ചു എന്നുള്ള വാർത്ത ഞാനിത് പറയാൻ ഉദ്ദേശിച്ചപ്പോൾ ഒരുപാട് ആലോചിച്ചതാണ്. മുമ്പ് ആലോചിച്ചില്ല, ഇന്ന് ആലോചിച്ചു രാവിലെ. എങ്ങനെയായിരിക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ടുണ്ടാകുക? എന്തായിരിക്കും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അവസ്ഥ? തുണി മാറ്റി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിരിപ്പ് മാറ്റി ഹബീബിന്റെ ജനാസ കിടക്കുന്ന സ്ഥലത്തേക്കെത്തി.
ഒരു വെള്ള പുതച്ച് കിടക്കുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്ക്ഗ്രൗണ്ട് സോങ് അല്ലാതെ അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുകയാണ്. 61 കൊല്ലക്കാലം കൂട്ടുകാരനായി നടന്ന ആളാണ് ഇപ്പോൾ ഒറ്റക്കാക്കി വിടവാങ്ങുന്നത്. പലായനത്തിൻ്റെ വേളയിൽ 6 സൗറിൽ നിങ്ങൾക്കറിയാലോ രംഗം. ഹബീബിന്റെ കാലിൽ പാമ്പു ദംശനമേൽക്കുമെന്ന് കരുതി തൻ്റെ കാലുവിരൽ തള്ളിക്കയറ്റി വെച്ച അതേ സിദ്ദീഖ് കുട്ടിക്കാലത്ത് പോലും യുവത്വകാലത്ത് പോലും ഒരിക്കലും കള്ളുകുടിക്കുകയോ വ്യഭിചരിക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്യാത്ത പ്രവാചകന്റെ വിശുദ്ധ ജീവിതം അതേപോലെ ജീവിച്ചു തീർത്ത സിദ്ദീഖ് പലായനത്തിന്റെ വേളയിൽ സുറാഖത്തുൻ മാലിക്കിന്റെ വാളിൽ നിന്ന് റസൂൽ രക്ഷിക്കാൻ ചേർത്തു പിടിച്ചു കരഞ്ഞ സിദ്ദീഖ്. എപ്പോഴും സിദ്ദീഖ് കൂടെ ഉണ്ടായിരുന്നു, സന്തോഷത്തിലും സന്താപത്തിലും. നീണ്ട 61 സംവത്സര കാലത്തെ സ്നേഹബന്ധത്തിന്റെ നായകൻ ഒരു വാക്ക് പോലും പറയാതെ യാത്രയായി കിടക്കുന്നത് എങ്ങനെയാണ് ഒരു കൂട്ടുകാരൻ സഹിക്കുക? റസൂലുള്ളാഹിയുടെ ജനാസയുടെ ആ തുണിയൊന്നു മാറ്റി അബൂബക്കർ റളിയല്ലാഹു അൻഹു സുമ്മ ഖബ്ബലഹു വബക്ക, ചുംബിച്ചു. രക്ഷത്തെ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന ഹബീബിന്റെ നെറ്റിത്തടത്തിൽ അബൂബക്കർ ചുംബിച്ചു. വബക്ക, വബക്ക, അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു, ചുംബിച്ചു കരഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ. എങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ രംഗം തീർത്തിട്ടുണ്ടാകുക? വദമഅത് ഐനാ, 2 കണ്ണുകളും നിറഞ്ഞു തുളുമ്പിയ അബൂബക്കറിന്റെ എന്തായിരിക്കുക വൈകാരികമായ രംഗം? മറ്റൊരാളെ പോലും പോലെ അല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒപ്പം നടന്ന മനുഷ്യനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ ഇടയിൽ വന്ന ആളാണ് അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് വന്ന ആളാണ്. ബാക്കിയെല്ലാവരും അബൂബക്കർ റളിയല്ലാഹു അൻഹു കുട്ടിക്കാലം മുതൽ ഓടി നടക്കുന്ന പ്രായം മുതൽ മക്കത്തെ മലഞ്ചെരുവിൽ ഇവർ 2 പേരും ഒറ്റയ്ക്കിരുന്ന് കഥ പറഞ്ഞ എത്ര ദിവസം കടന്നു. എല്ലാ പോരാട്ട രംഗത്തും ഹബീബിന്റെ ഒപ്പം നിന്നു. ഹബീബിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയം. തന്റെ പ്രിയട്ട മകളുടെ ഭർത്താവ് എന്ന പരിഗണനയല്ല അത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയന്ത്രണം വിട്ട് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുൽ മുസ്തആൻ നൽഖാ ബിഹല്ലാഹ്, അള്ളാഹുവാണ് സഹായിക്കുന്നവൻ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ അള്ളാഹുവാണ് സഹായിക്കുന്നവൻ. അല്ലാഹുൽ മുസ്തആൻ നഈശു ബിഹാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുവാണ് അതിനും സഹായിക്കേണ്ടത്. അല്ലാഹുൽ മുസ്തആൻ നതഖബ്ബലു ബിഹാ ഖദാർ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലൊക്കെ ക്ഷമിക്കേണ്ടി വരും. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന നിർമ്മല ഹൃദയൻ നിസ്കരിക്കാൻ ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉപ്പച്ചി സോഫ്റ്റ് മനസ്സാണ്, തെറ്റിപ്പോ നിസ്കാരം എന്ന് പറഞ്ഞ ആ നിർമ്മല ഹൃദയൻ ശക്തി ആർജിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ടേണിംഗ് പോയിന്റിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹ്, സിദ്ദീഖ് തങ്ങൾ ഇന്നാ ലില്ലാഹ്. ഒന്നുകൂടി നോക്കി ഹബീബായ നബിയുടെ മുഖത്തേക്ക്. എല്ലാവരും കേൾക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ് മാ അത്യബക ഹയ്യ വമാ അത്യബക മയ്യിത. കൂട്ടുകാരാന്നല്ല നബിയെ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോ എന്തൊരു സുഗന്ധമായിരുന്നു നബിയെ. വമാ അത്യബക മയ്യിത, അങ്ങ് വഫാത്തായപ്പോഴും ഇവിടെ സുഗന്ധമാണല്ലോ നബിയെ. ചരിത്രം രേഖപ്പെടുത്തുന്നു, പള്ളി മൊത്തം സുഗന്ധ പരിമളം അടിച്ചു വീശുകയാണത്രേ. ആരും അവിടെ ഉലുവാൻ പുകച്ചതല്ല, ആരും അവിടെ ഊതു പുകച്ചതല്ല, ആയിഷ ബീവിയുടെ അവിടെ ചന്ദനത്തിരി കത്തിച്ചു വെച്ചതല്ല. അലൗകികമായ ഒരു സുഗന്ധ പരിമളം അവിടെ പരന്നൊഴുകുകയാണ്. മാ തുയബക ഹയ്യ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ സുഗന്ധമായിരുന്നു നബിയെ. മാ തുയബക മയ്യിത, അങ്ങ് മരിച്ചപ്പോഴും സുഗന്ധമാണ് നബിയെ. എന്നിട്ട് അദ്ദേഹം ഒരു വാക്കുകൂടി പറഞ്ഞു, വല്ലാഹി ലാ തമൂതു ബഅദഹാ അബദാ, നബിയെ ഇനി ഒരിക്കൽ കൂടി അങ്ങ് മരിക്കില്ല. എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല. വാക്കർത്ഥം എനിക്കറിയാം, അതിന്റെ ആന്തരികമായ അർത്ഥം എന്താ എനിക്കറിയില്ല. വല്ലാഹി ലാ തമൂതു ബഅദഹാ അബദാ,
ഇനിയൊരു മരണം അങ്ങേക്കില്ല നബിയെ. ഞാൻ ഊഹിക്കുന്നത് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മക്ക് മരണമില്ല, അവിടുത്തെ അനുധാവനങ്ങൾക്ക് മരണമില്ല. അതാണ് ഒരിക്കൽ കൂടി അങ്ങ് മരിക്കില്ലെന്ന് പറയാൻ കാരണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു മയ്യത്ത് കണ്ട് ഈ അവസാനത്തെ വാക്ക് പറഞ്ഞ് പള്ളിയുടെ മിമ്പറിലേക്ക് കയറുകയാണ്, മസ്ജിദുൻ നബവിയുടെ മിമ്പറിലേക്ക് കയറുകയാണ്. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ബഹളം വെക്കുന്നുണ്ട്. ഇതാ തൊട്ടടുത്ത് കാണുന്നില്ലേ നിങ്ങൾ, സഹാബത്ത് ഓടി വരുന്നുണ്ട്. ആരാണ് യാത്രയായിരിക്കുന്നത്? എൻ്റെ നബി മരിച്ചിട്ടില്ലടാ, മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ പോയതാണ് എൻ്റെ നബി. പള്ളിയുടെ മിമ്പറിൽ കയറി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇരിക്കവിടെ. അങ്ങനെ ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല ഉമറിനോട്. ആ വാക്കിൻ്റെ ഗൗരവത്തിൽ ഉമർ അടങ്ങിയിരുന്നു. ഒരായത്തോതിയില്ലേ, റസൂലുള്ളാഹി മരിച്ചു എന്ന് ബോധ്യപ്പെടുക ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. പ്രസംഗം കഴിഞ്ഞ് മിമ്പറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, അബൂബക്കറെ റസൂലുള്ളാഹി പോയി അല്ലേ, പോയി. അതുവരെ ധീരതയോടെ വാള് ചുഴറ്റി നിന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ വീണ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയാണ്. മക്കയുടെ മലഞ്ചെരിവിൽ, മുമ്പ് പറഞ്ഞതൊന്നുകൂടി അവസാനിപ്പിക്കും പറയട്ടെ, കാലിൽ ചെരിപ്പിടാതെ ചുണ്ടിൽ ചൂളം വിളിയുമായി, കയ്യിൽ ചാട്ടവാറുമായി, കൊമ്പം മീശയുമായി, ചപ്രച്ച തലമുടിയുമായി, ചോരച്ച കണ്ണുകളുമായി മക്കയുടെ കുബൈസ് മലയുടെ താഴ്വരങ്ങളിലൂടെ ആട്ടിൻപറ്റങ്ങൾക്ക് പിറകിലൂടെ നടന്ന ആ ഖത്താബിൻ്റെ മകൻ ധീരനായ ഫാറൂഖ് ഉമർ കുഞ്ഞിനെ പോലെ വിതുമ്പിയിട്ട് നമ്മുടെ റസൂലുള്ളാഹി പോയി അല്ലേ അബൂബക്കറേ. പിന്നെ ഓടി റസൂലുള്ളാഹിൻ്റെ ജനാസ കിടക്കുന്നിടത്ത് രണ്ടാമത്തെ തവണ കാണാൻ. ആ വിരിപ്പിങ്ങനെ മാറ്റി, ഹബീബിന് വെള്ള പുതപ്പിച്ച് കിടക്കുന്ന നെറ്റിത്തടത്ത് തുണി മാറ്റി, നക്ഷത്ര കുഞ്ഞുങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന വിയർപ്പ് കണങ്ങളുള്ള നെറ്റിയിൽ ചുണ്ടമർത്തി വിതുമ്പുകയാണ് ഫാറൂഖ് ഉമർ റളിയല്ലാഹു. മദീന എങ്ങനെയായിരിക്കും അതാലോചിച്ചിട്ടുണ്ടാകുക? എത്ര നൂറ്റാണ്ടുകളാണ് കടന്നുപോയത്, 1400 വർഷങ്ങൾ. ആ വിയോഗത്തിൻ്റെ 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് പോലും എന്തൊരു ആർദ്രസാന്ദ്രമായ പ്രണയമാണ് ഹബീബിനോടുള്ളത്. ആ റൗളയുടെ ഹരിത മിനാരെങ്കിലും ഒന്ന് കണ്ടെങ്കിലെന്ന് ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? ഏതൊക്കെ തൂലികളാണ് അവിടെ ചെന്ന് ഇഷ്കിൻ്റെ മഷിക്കുപ്പിയിൽ മുക്കി എഴുതാതിരുന്നിട്ടുള്ളത്? ലോകത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഏതൊക്കെയോ വിദൂര കോണുകളിലിരുന്ന്, അങ്ങ് ദൂരെ ആഫ്രിക്കയിൽ, ലണ്ടനിൽ, ചൈനയിൽ, ബ്രസീൽ, ഇന്ത്യയിൽ, എവിടെയൊക്കെയോ ഇരുന്ന് ഹബീബിനെ സ്നേഹിക്കുന്ന എത്ര ശതകോടി ജനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സമയകാലങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും ഓർക്കപ്പെടുന്ന ഒരു നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സമയം 1 മണിക്കൂറിലേറെ പരിധിയൊക്കെ അതിലംഘിച്ചിട്ടുണ്ട്. ഇനിയും പറഞ്ഞാൽ ശരിയാകത്തില്ല. ഹബീബിങ്ങളെ, നമുക്ക് ഹബീബിനെ കാണണം. ഹൗദുൽ കൗസറിൻ്റെ സമീപം റസൂലുള്ളാഹി കാത്തു നിൽക്കും. കോപ്പ കൊണ്ടിങ്ങനെ ഹൗദുൽ കൗസർ കോരി കെടുക്കും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ കൈ ചേർത്ത് പിടിച്ച്, ഹബീബായ നബിക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഉമ്മ വെച്ച് ഒരു കോപ്പ വാങ്ങി കുടിക്കാൻ, പുണ്യനബിക്ക് ഇഷ്ടമാണെങ്കിൽ ആതരപുടങ്ങളിൽ നമ്മുടെ കറുത്ത ചുണ്ടുകൾ, പാപം ചെയ്ത ചുണ്ടുകളൊന്ന് അമർത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മദീന ഒരിക്കലും വിടവാങ്ങലില്ല. മദീനയോടുള്ള ബന്ധം ഒരു സേതുബന്ധനം പോലെ മന്വന്തരങ്ങളിലേക്കും സഹസ്രാബ്ദങ്ങളിലേക്കും നടന്നു കയറുന്നതാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഊതുന്നത് വരെയും ജനസഹസ്രങ്ങൾ, ശതകോടി ജന്മങ്ങൾ പ്രവാചകനെ ഓർത്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നു, നമ്മളും മരിച്ചു പോകും. ഒരു തവണയെങ്കിലും ഹബീബിനെ കാണാൻ നമ്മുടെ ഈ യാത്ര ഫലമാകട്ടെ. കഴിഞ്ഞ 26 ദിവസങ്ങളിൽ കഴിഞ്ഞ പോസ്റ്റിൽ പറഞ്ഞതുപോലെ മദീനയുടെ നിമ്നോന്നതികളിലൂടെ യാത്രയുടെ ഒരു നൈരന്തര്യം നമ്മൾ നടത്തി. പാപത്തിൻ്റെ പാണ്ഡം പേറിയവനാണ് സംസാരിക്കുന്നത്. കേൾവിക്കാർ
ഹബീബിനെ ഒരുപാട് സ്നേഹിക്കുന്ന മുത്തക്കീങ്ങളും മുഹിബീങ്ങളുമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ കൊണ്ടുപോയ യാത്രക്കാർ സംഘത്തിലെ ഈ പറച്ചിലുകാരൻ പാപിയാണ്. പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട്, ഹബീബ് തിരിച്ചറിയുമെന്ന വിദൂരമായ ഒരു പ്രതീക്ഷ. ഈ ജന്മം മുഴുവൻ ഹബീബിനെ കുറിച്ചേ സംസാരിച്ചിട്ടുള്ളൂ. എത്രയോ ആളുകളുടെ ഹൃദയങ്ങളിൽ ഒരു ഇഷ്കുണ്ടാക്കാനുള്ള എളിയ ശ്രമമാണ് നടത്തിയത്. നിങ്ങൾ സ്നേഹിക്കൂ നബിയെ എന്ന് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ലൈഫിൽ പറയാറില്ല. സ്നേഹിച്ചിട്ടില്ല എന്നൊരു തിരിച്ചറിവിൻ്റെ അന്വേഷണത്തിൻ്റെ ആത്മയാനം തുഴഞ്ഞുള്ള ഈ യാത്രയുടെ നങ്കൂരം, ഈ നൗക നങ്കൂരമിടുകയാണ്. ഞാൻ നബിയെ സ്നേഹിച്ചിട്ടില്ല എന്ന ഏറ്റവും വലിയ വെളിച്ചത്തിൻ്റെ മുന്നിൽ, സ്നേഹിക്കാൻ കഴിയുമോ എന്ന അഭിമാനകരമായ അന്വേഷണത്തിൻ്റെ മുന്നിൽ മദീനയിൽ നിന്ന് നമ്മൾ തൽക്കാലം ഈ ലൈവ് യാത്ര അവസാനിപ്പിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഒന്നിച്ച് മദീനയിൽ പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ റബ്ബേ. റസൂലുള്ളാഹിയെ സിയാറത്ത് ചെയ്യാനും കാണാനുള്ള തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ അവർക്ക് സ്വർഗം നൽകണേ റബ്ബേ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ കാണിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ സന്താനങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളോട് ബന്ധപ്പെട്ട